വെൽക്കം ടു ദ ന്യൂ സെഷൻ ഓഫ് OBG. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കുറെ കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, എന്നാൽ പോലും കുറച്ചുകൂടെ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള, റിലേറ്റീവ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്ന രണ്ട് ടോപ്പിക്കുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രഗ്സ് ഇൻ പ്രഗ്നൻസി ആണ്. ഡ്രഗ്സ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ കോമൺലി നമ്മൾ പ്രഗ്നൻസിയിൽ ഉപയോഗിച്ചു പോരുന്ന ഡ്രഗുകൾക്ക് പുറമെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഡ്രഗുകൾ, എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇഫക്റ്റ് എങ്ങനെയാണ്, തുടങ്ങിയ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതേ ഡ്രഗ്സ് തന്നെ നമുക്ക് ഓരോ മെഡിക്കൽ കണ്ടീഷൻസ് റിലേറ്റഡ് ടു പ്രഗ്നൻസി എന്ന് പറയുന്ന ഭാഗത്തും പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ യൂസേജ് ഓഫ് ഡ്രഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിന്റെ എന്താ പറയാ മാക്സിമം ഡോസ്, അതിന്റെ പെർമിസിബിൾ എമൗണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻ ഡീറ്റെയിൽ പറയുന്നത് ആ പറയുന്ന മെഡിക്കൽ കണ്ടീഷൻസ് റിലേറ്റഡ് ടു പ്രഗ്നൻസി എന്ന് പറയുന്ന പാർട്ടിലായിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂ തരുന്നു. പിന്നെ നമ്മുടെ ടെറാറ്റോജനിസിറ്റി എങ്ങനെയാണ്, ടെറാറ്റോജനിക് ഇഫക്ട്സ് എങ്ങനെയൊക്കെയാണ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഡ്രഗ്സ് ഇൻ പ്രഗ്നൻസി. ഫസ്റ്റ് ഓഫ് ഓൾ, ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ട്രൈമിസ്റ്റർ ക്യാൻ പ്രൊഡ്യൂസ് കൺജനൈറ്റൽ മാൽഫോർമേഷൻസ് ആസ് ഇറ്റ് അഫക്ട് ഓർഗാനോജെനസിസ്. നമുക്കറിയാം, ഒരു ഫീറ്റസ് ഇംപ്ലാന്റേഷനൊക്കെ ശേഷം ഡെവലപ്മെന്റ് തുടങ്ങി കഴിയുമ്പോൾ ആദ്യത്തെ ട്രൈമിസ്റ്ററിലാണ് മെയിൻലി ഓർഗാനോജെനസിസ് മുഴുവൻ നടക്കുന്നത്. അതായത് ഓർഗൻ ഫോർമേഷൻസ്, ഹാർട്ട്, ലങ്സ്, കിഡ്നി തുടങ്ങിയ മെയിൻ ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ആകുന്നത് ഫസ്റ്റ് ട്രൈമിസ്റ്ററിലായിരിക്കും. അപ്പൊ ആ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഡ്രഗിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഓർഗാനോജെനസിസിനെ ആയിരിക്കും ബാധിക്കുന്നത്. നമ്മൾ അതിനാണ് ടെറാറ്റോജനിക് ഇഫക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ് വിൽ ബി കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ട്രൈമിസ്റ്റർ ബിക്കോസ് ഇറ്റ് മേ അഫക്ട് ദ ഓർഗാനോജെനസിസ് പ്രോസസ്. ഈ ക്ലാസ്സിന് ശേഷം ഞാൻ വിചാരിക്കുന്നത് അടുത്തത് ഒരു എംബ്രയോളജി സെക്ഷൻ, അതത്ര എക്സാം റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങളുടെ സിലബസിലും അത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നില്ലാത്തത് കൊണ്ടാണ് അത് എടുക്കാഞ്ഞത്. പക്ഷെ മുന്നോട്ടേക്കുള്ള പോക്കിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആ ഓർഗാനോജെനസിസ് പാർട്ട്, ആ ഒരു എന്താ പറയാ എംബ്രയോളജി പാർട്ടൊക്കെ ഒന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത ക്ലാസ് മുതൽ മുന്നോട്ടേക്ക് പോവുക. ആ ഒരു നോർമൽ പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്. അതായിരിക്കും കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം. ഞാനത് ആദ്യം പറയാഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിലബസിൽ അത് അത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. സിലബസിനനുസരിച്ച് പോകാമെന്ന് കരുതിയായിരുന്നു. പക്ഷെ മുന്നോട്ടേക്ക് വരുമ്പം എംബ്രയോളജി പാർട്ട് അറിയാമെങ്കിൽ കുറെ കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇതൊന്ന് അറിഞ്ഞു വെക്കുക. ഞാൻ ആ പാർട്ട് പറയുമ്പോൾ കുറെ കൂടെ ഇഫക്റ്റീവ് ആയിട്ട് മനസ്സിലാവും. ഡ്രഗ്സ് ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ഞാൻ പറഞ്ഞ പോലെ ഓർഗാനോജെനസിസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. സെക്കൻഡ് ട്രൈമിസ്റ്റർ, തേർഡ് ട്രൈമിസ്റ്റർ പോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സിന്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് എന്ന് പറയുന്നത് മെയിൻലി ഫങ്ഷണൽ ഡെവലപ്മെന്റിനെ ആയിരിക്കും ബാധിക്കുക. അതായത് ലിംബ് ഡിഫക്ട്സ് തുടങ്ങിയ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും അത്തരം കാര്യങ്ങൾ നയിക്കുക. നേരത്തെ എന്താ പറയാ അല്ലെങ്കിൽ മച്യൂരിറ്റി ഇല്ലാതെ പോകുന്ന അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഫങ്ഷണൽ ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ് എന്നൊരു പാർട്ടിലായിരിക്കും സെക്കൻഡ് ട്രൈമിസ്റ്റർ, തേർഡ് ട്രൈമിസ്റ്റർ ഡ്രഗുകൾ അഫക്റ്റഡ് ആവുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ മെയിൻലി അഫക്റ്റഡ് ആവുന്നത് ഓർഗാനോജെനസിസ് പാർട്ടായിരിക്കും. കൺജനൈറ്റൽ മാൽഫോർമേഷൻസിലേക്കായിരിക്കും ഡ്രഗ്സിന്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് കൊണ്ടുവന്ന് എത്തിക്കുന്നതെങ്കിൽ സെക്കൻഡ് ട്രൈമിസ്റ്റർ, തേർഡ് ട്രൈമിസ്റ്റർ പോലുള്ള സാഹചര്യങ്ങളിൽ മെയിൻലി ഫങ്ഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസിനെ ആയിരിക്കും അത് വിപരീതമായിട്ട് ബാധിക്കുക. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കോമൺലി നമ്മൾ ഏതൊക്കെ ഡ്രഗ്സ് ആണ് ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ ന്യൂട്രീഷൻ പാർട്ടിലൊക്കെ ഫോളിക് ആസിഡിനെ പറ്റി സംസാരിച്ചു. അതിന്റെ പ്രൊഫൈലാക്റ്റിക് ഡോസ് എങ്ങനെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പ്രൊഫൈലാക്റ്റിക് ഡോസ് നമ്മൾ കൊടുക്കുന്നത്, ഏതൊരു കാലയളവിലാണ് കൊടുക്കുന്നത്, അതേ പ്രൊഫൈലാക്റ്റിക് ഡോസ് മാറിയിട്ട് തെറാപ്യൂട്ടിക് ഡോസിലേക്ക് വരുമ്പോൾ അതിനെന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നതെന്ന് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫോളിക് ആസിഡ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. അയണിന്റെ കാര്യവും ഞാൻ പറഞ്ഞു. അനീമിയ മുക്ത് ഭാരത് എന്ന് പറയുന്നതിന്റെ ആ ഒരു എന്താ പറയാ ഏജ് സ്ലോട്ടുകൾ തിരിച്ചിട്ടുള്ള അവിടെ കൊടുക്കുന്ന ഡ്രഗുകളുടെ എന്താ പറയാ ടൈപ്പ് ഓഫ് ഡ്രഗ്, സിറപ്പാണോ ടാബ്ലറ്റ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ ഡ്യൂറേഷൻ, അതിന്റെ എമൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അയണും നമ്മൾ പ്രഗ്നൻസി പാർട്ടിൽ കോമൺലി കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് ഫോളിക് ആസിഡ്, അയൺ. പിന്നെ പറയുന്ന കാൽസ്യം നമ്മൾ പറഞ്ഞു. നമ്മളൊക്കെ OPD ഇരിക്കുമ്പം അല്ലെന്നുണ്ടെങ്കിൽ ഹൗസ് ഏജൻസി കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം കാൽസ്യം BD ഡോസിലൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു കാൽസ്യവും അയണും ഒരുമിച്ച് ഒരേ സമയം കഴിക്കരുതെന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതെന്താണ് കാരണം എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്.
അത് ഓർമ്മയുള്ളവർ ഓക്കെ, ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ കോമൺലി കൊടുക്കുന്ന സാധനങ്ങളാണ് ഹൈപ്പർടെൻസീവ് ഡ്രഗുകൾ, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, പ്രീ എക്ലാംസിയ, ദെൻ എക്ലാംസിയ കണ്ടീഷൻസിനെ പറ്റി വിശദമായിട്ട് ഞാൻ പറയും. ആ സാഹചര്യങ്ങളിൽ ഹൈപ്പർടെൻസീവ് ഡ്രഗുകൾ കോമൺലി ഉപയോഗിക്കുന്ന ഏതാണ്, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ പറയാം. ഡയൂററ്റിക്സ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. പിന്നെ നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെൽറ്റസ് പോലുള്ള സാഹചര്യങ്ങളിൽ ആന്റി ഡയബറ്റിക് ഡ്രഗുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഇൻസുലിൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ടോക്കോലൈറ്റിക് ഏജൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. യൂട്രൈൻ കൺട്രാക്ഷൻസിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന സംഗതികളാണ് ടോക്കോലൈറ്റിക് ഏജൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു PROM PPROM കണ്ടീഷൻസിലേക്കൊക്കെ വിശദമായിട്ട് വിത്ത് എന്താ പറയുക മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് ഓൾസോ ദ എമൗണ്ട് ഓഫ് ഡ്രഗ് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തു പോവാണ്. ഫോളിക് ആസിഡ്, അയൺ, കാൽസ്യം, ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗുകൾ, ആന്റി ഡയബറ്റിക് ഡ്രഗുകൾ, ഡയൂററ്റിക്സ്, ടോക്കോലൈറ്റിക് ഏജൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കോമൺലി നമ്മൾ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്. ആന്റി ഹൈപ്പർടെൻസീവിന്റെ കാര്യത്തിൽ ഈ ഒരു ടേബിൾ അല്ല, 4 പോയിന്റുകൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മൾ കോമൺലി പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ഏതാണെന്ന് വെച്ചാൽ ലബറ്റലോൾ ആണ്. അത് ഇഞ്ചക്ഷൻ ലബറ്റലോൾ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലബറ്റലോൾ ആണ് കോമൺലി ഉപയോഗിക്കുന്ന ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്. ലബറ്റലോൾ ഏത് വിഭാഗത്തിൽ പെടുന്നതെന്ന് നിങ്ങൾക്കറിയാം. ബീറ്റ ബ്ലോക്കർ തന്നെ അതിലെ 3ാമത്തെ സെക്ഷനിൽ വരുന്നതാണ് ലബറ്റലോൾ എന്ന് പറയുന്നത്. ബീറ്റ ബ്ലോക്കേഴ്സ് വിത്ത് അഡീഷണൽ ആൽഫ ബ്ലോക്കിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നിടത്താണ് ലബറ്റലോൾ വരുന്നത്. അതാണ് ആൽഫ ആൻഡ് ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത്. ലബറ്റലോൾ ഇസ് എ ബീറ്റ ബ്ലോക്കർ. ഇറ്റ് ഈസ് ഓൾസോ ഹാവിംഗ് അഡീഷണൽ ആൽഫ 1 ബ്ലോക്കിംഗ് ആക്ടിവിറ്റി. ക്ലിയർ? അതാണ് ലബറ്റലോളിന്റെ ഇമ്പോർട്ടൻസ്. അത് ചോദിക്കാൻ സാധ്യതയുള്ള സംഗതിയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ലബറ്റലോൾ IV ലബറ്റലോൾ ആയിട്ടാണ് കൊടുക്കുന്നത്. ബീറ്റ ബ്ലോക്കർ വിത്ത് അഡീഷണൽ ആൽഫ 1 ബ്ലോക്കിംഗ് ആക്ടിവിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നിഫിഡിപ്പിൻ. നിങ്ങൾക്ക് അറിയാം, അമിലോഡിപ്പിൻ, നിഫിഡിപ്പിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സിന്റെ അകത്ത് വരുന്നതാണ്. നിഫിഡിപ്പിൻ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ്. ടോക്കലൈറ്റിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഡ്രഗ് ആണ് നിഫിഡിപ്പിൻ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആന്റി ഹൈപ്പർടെൻസീവ് ആണ്. ടോക്കോലൈറ്റിക്സിനെ പറ്റി വിശദമായിട്ട് തന്നെ പറയാം. ജസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ ഞാനൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഇവിടെ തൽക്കാലം നിഫിഡിപ്പിൻ കാൽസ്യം ചാനൽ ബ്ലോക്കർ എന്ന് ഓർത്ത് വെക്കുക. നിഫിഡിപ്പിൻ തന്നെ നമുക്ക് ടോക്കോലൈറ്റിക് ആയിട്ടും ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് 2 ആൽഫ മീഥൈൽ ഡോപ്പ ആൻഡ് ഹൈഡ്രലസീൻ. പക്ഷെ കോമൺലി ഇപ്പം പ്രാക്ടീസിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ലബറ്റലോൾ തന്നെയാണ്. ക്ലിയർ? ഇതാണ് കോമൺലി നമ്മൾ പ്രഗ്നൻസി കണ്ടീഷനിൽ കൊടുക്കുന്ന ആന്റി ഹൈപ്പർടെൻസീവ്സ്. ഇതിലെ സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ലബറ്റലോൾ ആണ് കോമൺലി ഉപയോഗിക്കുന്നത്. അതിന്റെ ആക്ഷൻ എന്താണ്, ഏത് കാറ്റഗറി ഡ്രഗ് ആണെന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ബീറ്റ ബ്ലോക്കർ വിത്ത് അഡീഷണൽ ആൽഫ 1 ആക്ഷൻ. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏതൊക്കെ ആന്റി ഹൈപ്പർടെൻസീവ്സ് നമുക്ക് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഏതൊക്കെ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗുകൾ നമ്മൾ കോൺട്രാഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു, അതായത് പ്രഗ്നൻസി കണ്ടീഷനിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗുകൾ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ആണ്. നമുക്ക് ബാക്കി എല്ലാ ആന്റി ഹൈപ്പർടെൻസീവ്സും ഉണ്ട്. ACE ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, മിനോക്സിഡിൽ പോലുള്ള വിനോഡൈലേറ്റേഴ്സ് ഉണ്ട്, സോഡിയം നൈട്രോപ്രൊസൈഡ് ഉണ്ട്, ഡിൽറ്റിയാസം, അറ്റിനലോൾ, പ്രൊപ്പറാനലോൾ പോലുള്ള ബീറ്റ ബ്ലോക്കേഴ്സ്, ഈ തുടങ്ങിയ ഡ്രഗ്സ് എല്ലാം ഇത് നിങ്ങൾ എഴുതിയെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. എന്തുകൊണ്ടാണ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. ദീസ് ഡ്രഗ്സ് മേ കോസ് പുവർ ഫീറ്റൽ റീനൽ ഫംഗ്ഷൻ ആൻഡ് മാൽഫോർമേഷൻ, IUGR പോലുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. റീനൽ മാൽഫംഗ്ഷനിങ് ആണ് മെയിൻ ആയിട്ടും ഇത്തരം ആന്റി ഹൈപ്പർടെൻസീവ്സ് പ്രഗ്നൻസിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഫീറ്റൽ റീനൽ ഫംഗ്ഷനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കും. ഫീറ്റൽ റീനൽ ഫംഗ്ഷനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്നു, മാൽഫോർമേഷൻസ് ഉണ്ടാക്കുന്നു. ആൻഡ് ഓൾസോ ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ തന്നെ UGR, ഇൻട്രായൂട്രൈൻ ആ പേര് പോലെ തന്നെ ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ബാക്കി ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാം. ലബറ്റലോൾ, നിഫിഡിപ്പിൻ, ആൽഫ മീഥൈൽ ഡോപ്പ, ഹൈഡ്രലസീൻ പോലുള്ള ഡ്രഗുകളാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയൊന്നും ഉപയോഗിക്കില്ല. എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചാൽ ദീസ് ഡ്രഗ്സ് മേ കോസ് പുവർ ഫീറ്റൽ റീനൽ ഫംഗ്ഷൻ, മാൽഫോർമേഷൻസ് ആൻഡ് IUGR. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇനി മുതൽ പറയാൻ പോകുന്ന 2 സ്ലൈഡുകളുണ്ട്. ഈ 2 സ്ലൈഡുകൾ കൊണ്ട് നമ്മൾ ഈ ഒരു ഡ്രഗ്സ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്ന പാർട്ട് വൈൻഡ് അപ്പ് ചെയ്യും. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഇനി പറയാൻ പോകുന്ന 2 സ്ലൈഡുകളായിരിക്കും. ഈ 2 സ്ലൈഡിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സംഗതികൾ ഞാൻ പ്രത്യേകം പറയാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുവോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എക്സ്ട്രാ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി പഠിക്കാൻ പറ്റുന്നേത്രയും പഠിക്കുക. ഇത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
ഓർത്തിരിക്കാം. ഡ്രഗ്സ് ആൻഡ് ടെറാറ്റോജനിക് ഇഫക്ട്സ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ട്രൈമിസ്റ്ററിലാണ് ഓർഗാനോജെനിസിസ് നടക്കുന്നത്. അവിടാണ് ടെറാറ്റോജനിക് ഇഫക്ട്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പൊ ഈ പറയുന്ന ഡ്രഗുകൾ നമ്മൾ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗാനോജെനിസിസ് പീരീഡിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ടെറാറ്റോജനിക് ഇഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഡൈഇഥൈൽ സ്റ്റിൽബെസ്ട്രോൾ DES എന്ന് പറയുന്ന സംഗതി നമുക്ക് അതിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വജൈനൽ അഡിനോസിസ്, സെർവൈക്കൽ ഹുഡ് എന്നൊക്കെ പറയുന്നതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യൂട്രൈൻ ഹൈപ്പോപ്ലേസിയ എന്നുള്ളതാണ്. നമ്മൾ അത് മുള്ളേറിയൻ അനോമലീസ് എന്ന് പറയുന്ന സെക്ഷനിലും പറയുന്നതാണ്. ടി ഷേപ്ഡ് യൂട്രസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കാം. ടി ഷേപ്ഡ് യൂട്രസ്, അതാണ് ബ്രാക്കറ്റ് ടി കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. DES എന്ന് എഴുതുക. ജസ്റ്റ് നോട്ട് ടി ഷേപ്ഡ് ന്യൂക്ലിയസ്, സോറി ടി ഷേപ്ഡ് യൂട്രസ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ആയിട്ട് വജൈനൽ അഡിനോസിസ്, സെർവൈക്കൽ ഹുഡ് പോലുള്ള കണ്ടീഷൻസിലേക്ക് വേണമെങ്കിലും DES നയിക്കാം. DESന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ടി ഷേപ്ഡ് യൂട്രസ് എന്ന് പറയുന്ന സംഗതിയാണ്. ഓക്കെ, യൂട്രൈൻ ഹൈപ്പോപ്ലേസിയ എന്നൊക്കെ പറയാം. DES നോട്ട് ചെയ്യുക. ഡൈഥൈൽ സ്റ്റിൽബെസ്ട്രോൾ. ക്ലിയർ? ഇനി ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ലാത്ത വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇത് സ്കിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവകാശമില്ലാത്ത ഒരു ഡ്രഗാണ് പറയുന്നത് ലിത്തിയം. ലിത്തിയം ഉണ്ടാക്കുന്ന ടെറാറ്റോജനിക് ഇഫക്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം എപ്സ്റ്റീൻസ് അനോമലിയാണ്. എപ്സ്റ്റീൻസ് അനോമലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്. നിങ്ങൾ ആ ഒരു മെഡിസിൻ സെക്ഷനിലൊക്കെ പഠിക്കുന്നതാണ്, ക്ലിയർ ആയിട്ട് പഠിക്കുന്നതാണ്. ജസ്റ്റ് ഓർത്തിരിക്കുക, ലിത്തിയം എപ്സ്റ്റീൻസ് അനോമലി. കാർഡിയോവാസ്കുലർ അനോമലീസും മറ്റ് കാർഡിയോവാസ്കുലർ അനോമലീസും ഉണ്ടാക്കുന്നുണ്ട്. എപ്സ്റ്റീൻ അനോമലി ആരാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ലിത്തിയം. ലിത്തിയം എപ്സ്റ്റീൻ അനോമലി. അതിൽ കൂടുതൽ ഇനി ഒന്നും ചിന്തിച്ചില്ലെങ്കിലും ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ലിത്തിയം എപ്സ്റ്റീൻ അനോമലി ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ? അടുത്ത ഡ്രഗ് റിലേറ്റീവ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗാണ് ഫെനിറ്റോയിൻ. ഫെനിറ്റോയിൻ കോസസ് ഫീറ്റൽ ഹൈഡാൻഡോയിൻ സിൻഡ്രോം. ഒരു പേരിൽ തന്നെ നമുക്ക് കിട്ടും, ഫീറ്റൽ ഹൈഡാൻഡോയിൻ സിൻഡ്രോം. ഫെനിറ്റോയിൻ ഫീറ്റൽ ഹൈഡാൻഡോയിൻ സിൻഡ്രോം. ഫീറ്റൽ ഹൈഡാൻഡോയിൻ സിൻഡ്രോം ഉണ്ടാക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഫെനിറ്റോയിൻ. ഫെനിറ്റോയിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് പോലുള്ള സംഗതികളിലേക്കും ഫെനിറ്റോയിൻ നയിക്കാറുണ്ട്. ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് പോലുള്ള സംഗതികളും ഫെനിറ്റോയിന്റെ ആക്ഷന്റെ ഫലമായിട്ട് അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിട്ട് വരാറുണ്ട്. ഓർത്തിരിക്കേണ്ട സംഗതി ഫീറ്റൽ ഹൈഡാൻഡോയിൻ സിൻഡ്രോം, അതിന്റെ കൂട്ടത്തിൽ നോട്ട് ചെയ്യുക ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് പോലുള്ള സംഗതികൾ. ക്ലിയർ? നെക്സ്റ്റ് ഡ്രഗ് അടുത്തതാണ് സോഡിയം വാൽപ്രൈറ്റ്. സോഡിയം വാൽപ്രൈറ്റ് ഏത് വിഭാഗം ഡ്രഗ് ആണെന്നറിയാം? ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആണെന്നുള്ളത് അറിയാം. നിർബന്ധമായിട്ടും സ്റ്റാർ ഇട്ട് വെക്കുക, 3 സ്റ്റാർ ഇട്ട് വെക്കുക. ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ഡ്രഗ് ആണ് സോഡിയം വാൽപ്രോയേറ്റ്. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. സ്പൈന ബൈഫിഡ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. സ്പൈന ബൈഫിഡ, ഒക്കൽട്ട, സ്പൈന ബൈഫിഡ പോലുള്ള കണ്ടീഷൻസിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഡ്രഗ് ആണ്. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറഞ്ഞ NTD എന്ന് പറയുന്ന സംഗതിയാണ്. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വാൽപ്രോയേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകളും റിലേറ്റഡ് ആയിട്ട് ഒരു സംഗതി പഠിച്ചിരുന്നു. അതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് കണക്ഷൻസ് ഉണ്ടാകുന്നത്. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറയുന്ന സംഗതി നമ്മൾ പറഞ്ഞു തെറാപ്യൂട്ടിക് ആയിട്ട് നമ്മൾ എന്താണ് ഫോളിക് ആസിഡ് കൊടുക്കുന്നതിന്റെ, ഫോളേറ്റ് കൊടുക്കുന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് ന്യൂറൽ ട്യൂബ് ഡിഫക്ട് നമ്മൾ പഠിച്ചു. പ്രീവിയസ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഒരു എന്താ പറയുക ഇൻഡിക്കേഷൻ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. പ്രീവിയസ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, അവിടെ നമ്മൾ ഫോളിക് ആസിഡ് തെറാപ്യൂട്ടിക് ആയിട്ട് കൊടുക്കുന്നത് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് ദ പേഷ്യന്റ് ഈസ് ഓൺ ആന്റി എപ്പിലെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇഫ് ദ പേഷ്യന്റ് ഈസ് ഓൺ ആന്റി എപ്പിലെപ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക തെറാപ്യൂട്ടിക് ആയിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ആ മെമ്മറി ബ്രഷപ്പ് ചെയ്യുക, അത് ഇവിടെ കണക്ട് ചെയ്യുക. സോഡിയം വാൽപ്രേറ്റ് എന്ന് പറയുന്ന ഒരു ആന്റി എപ്പിലെപ്റ്റിക് ആണ്. ആന്റി എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള സംഗതി ഉണ്ടാക്കുന്ന ടെറാറ്റോജനിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്. ക്ലിയർ? സോഡിയം വാൽപ്രേറ്റ്, ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഗോയിങ് ടു ഇൻഡോമെഥാസിൻ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കാരണവശാലും വിട്ടുപോകരുത്. NSAID ആണ്, ഇൻഡോമെഥാസിൻ ആണ്. തേർഡ് ട്രൈമിസ്റ്ററിലേക്കൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഇഫക്റ്റ് വരുന്നത്. നമ്മൾ പറഞ്ഞ ഓർഗാനോജെനസിസിനെ അല്ല ഇത് ബാധിക്കുന്നത്. തേർഡ് ട്രൈമിസ്റ്ററിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇൻഡോമെഥാസിൻ ഈസ് ആൻ NSAID. ഇൻഡോമെഥാസിൻ കൊടുത്തു കഴിഞ്ഞാൽ there will be premature closure of ductus arteriosus. ഡക്ടസ് ആർട്ടീരിയോസസ് എന്താണെന്ന് നിങ്ങൾക്ക് എംബ്രയോളജി പാർട്ടിൽ നിന്ന് അറിയാവുന്നതാണ്. പൾമണറി ആർട്ടറിയും അതുപോലെ തന്നെ അസെൻഡിങ് അയോർട്ടയും തമ്മിൽ, അയോർട്ടിക് ആർട്ടറിയും തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കണക്റ്റിംഗ് സംഗതിയാണ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്നത്. അത് പേറ്റന്റ് ആയി നിൽക്കുന്ന അവസ്ഥയാണ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ്. അതായത് ഡക്ടസ് ആർട്ടീരിയോസസ് നമ്മൾ എന്താ ബർത്തിന് ശേഷം അത് ചുരുങ്ങി പോകേണ്ടതാണ്. അത് ചുരുങ്ങി പോകാത്ത അവസ്ഥയാണ് PDA എന്ന് പറയുന്ന പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ്. ഏർലി ക്ലോഷർ സംഭവിക്കുന്നതാണ് നമ്മൾ പ്രീമച്വർ ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്നത്. പ്രീമച്വർ ക്ലോഷറിന്റെ കാരണമാണ് ഇൻഡോമെഥാസിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
പ്രീമച്വർ ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസസ്, ഇൻഡോമെഥാസിൻ. ബർത്തിന് ശേഷവും ഡക്ടസ് ആർട്ടീരിയോസസ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് PDA, ദാറ്റ് ഈസ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം. മാറിപ്പോയത് പ്രീമച്വർ ക്ലോഷർ ആണ് എന്താണ് ഇൻഡോമെഥാസിൻ ഉണ്ടാക്കുന്ന ഇഫക്റ്റ്. PDA വേറെയാണ്. ക്ലിയർ? അത് ക്ലിയർ ആയിരിക്കണം. ഇൻഡോമെഥാസിൻ പ്രീമച്വർ ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസസ്. ഡക്ടസ് ആർട്ടീരിയോസസ് എന്താണെന്നുള്ള കാര്യം, അതിന്റെ ഡെവലപ്മെന്റ്, എപ്പോഴാണ് ക്ലോഷർ എന്നുള്ള കാര്യങ്ങളൊക്കെ എംബ്രയോളജി പാർട്ടി പഠിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ? ഇൻഡോമെഥാസിൻ ആണ് പറഞ്ഞത്. മെത്തിമസോൾ. മെത്തിമസോൾ ഏത് കാറ്റഗറി ഡ്രഗ് ആണെന്ന് നിങ്ങൾക്കറിയാം. മെത്തിമസോൾ, കാർഡിമസോൾ പോലുള്ള സംഗതികളൊക്കെ നമ്മൾ എവിടെ പഠിക്കുന്നതാണ്? തൈറോയിഡ്, ആന്റി തൈറോയിഡ് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പഠിക്കുന്നതാണ് മെത്തിമസോൾ. മെത്തിമസോളിന്റെ ഒരു ടെറാറ്റോജനിക് ഇഫക്റ്റ് എന്ന് പറയുന്നതാണ് അപ്ലേസിയ ക്യൂട്ടിസ് എന്ന് പറയുന്ന സംഗതി. സകല എല്ലാ തരത്തിലുള്ള എന്താ പറയാ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലും ഈ ഒരു സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന എപ്പോഴും എന്താണ് ഈ പിക്ചർ അല്ലെങ്കിൽ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമ്മുടെ എക്സാമിന് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് അധികം കടക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു പാർട്ട് ആഡ് ചെയ്യാഞ്ഞത്. ഈ സ്കാൽപ്പിലെ സ്കിൻ ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ് അപ്ലേസിയ ക്യൂട്ടിസ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ അത് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എഴുതിയിടാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, നമുക്ക് കാണാവുന്നതാണ്. അപ്ലേസിയ ക്യൂട്ടിസ് എന്ന് പറയും. കോമൺലി കിട്ടുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് സ്കാൽപ്പ് സ്കിൻ ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലുള്ള സംഗതിയാണ്. അത് അപ്ലേസിയ ഓഫ് ക്യൂട്ടിസ്. ക്യൂട്ടിസ് ക്യൂട്ടേനിയസ് റിലേറ്റഡ്, സ്കിൻ റിലേറ്റഡ്, അങ്ങനെ ചിന്തിച്ചിരിക്കുക. അപ്ലേസിയ എന്ന് പറയുമ്പോൾ സംതിങ് ദർ ഇസ് നോ എന്നുള്ള അർത്ഥം വരുന്നു അപ്ലേസിയ. ആൻഡ് ക്യൂട്ടിസ് സംതിങ് റിലേറ്റഡ് ടു സ്കിൻ എന്നുള്ള രീതിയിൽ മെത്തിമസോളിന്റെ ടെറാറ്റോജനിക് ഇഫക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് അപ്ലേസിയ ക്യൂട്ടിസ്. നോട്ട് ചെയ്തെടുക്കുക, മെത്തിമസോൾ, അപ്ലേസിയ ക്യൂട്ടിസ്. നെക്സ്റ്റ് വൺ ഈസ് അമിനോഗ്ലൈക്കോസൈഡ്സ്. അമിനോഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഗ്രൂപ്പ് ആണെന്ന് നമുക്കറിയാം. ഓഡിറ്ററി അല്ലെങ്കിൽ വെസ്റ്റിബുലാർ ഡാമേജ് ആണ് അമിനോഗ്ലൈക്കോസൈഡ്സ് ഉണ്ടാക്കുന്നത്. അമിനോഗ്ലൈക്കോസൈഡ്സിന്റെ ഒക്കെ മെക്കാനിസം ഓഫ് ആക്ഷനിലും അല്ലെന്നുണ്ടെങ്കിൽ ചില അമിനോഗ്ലൈക്കോസൈഡ്സ് നമ്മൾ എന്താ പറയാ കെമിക്കൽ വെസ്റ്റിബുലക്ടമിക് ഒക്കെ ഉപയോഗിക്കുന്നതാണെന്ന് അറിയാം. അത് ഏത് ഡ്രഗ് ആണെന്നൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചോളുക. നമ്മുടെ ഏരിയ അല്ല, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. അമിനോഗ്ലൈക്കോസൈഡ്സ് കോസസ് ഓഡിറ്ററി വെസ്റ്റിബുലാർ ഡാമേജ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, സ്റ്റാർ ഇട്ട് സൂക്ഷിക്കുക. 2 സ്റ്റാർ 3 സ്റ്റാർ ഒക്കെ ഇട്ട് സൂക്ഷിക്കുക. ക്ലോറാംഫെനിക്കോൾ. ക്ലോറാംഫെനിക്കോൾ ഇസ് ദ വൺ ഡ്രഗ് വിച്ച് ഈസ് കോസിങ് ഗ്രേ ബേബി സിൻഡ്രോം. ഗ്രേ ബേബി സിൻഡ്രോം ഉണ്ടാക്കുന്ന ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ക്ലോറാംഫെനിക്കോൾ. ക്ലോറാംഫെനിക്കോൾ ഈസ് ഓൾസോ ആൻ ആന്റിബയോട്ടിക് ആൻഡ് ദാറ്റ് ക്ലോറാംഫെനിക്കോൾ കോസസ് ഗ്രേ ബേബി സിൻഡ്രോം. എന്തായാലും ഓർത്തിരിക്കണം, സ്റ്റാർ ഇട്ട് വെക്കുക. ഗ്രേ ബേബി സിൻഡ്രോം ഉണ്ടാക്കുന്ന ആരാണ്? ക്ലോറാംഫെനിക്കോൾ. നേരത്തെ പറഞ്ഞത് ഓഡിറ്ററി വെസ്റ്റിബുലാർ ഡാമേജ്, ചെവി റിലേറ്റഡ് ആയിട്ടുള്ള വെസ്റ്റിബുലാർ ഡാമേജ്, ഓഡിറ്ററി ഡാമേജ് ഒക്കെ ഉണ്ടാക്കുന്ന അമിനോഗ്ലൈക്കോസൈഡ്സ് ആയിരുന്നു. നെക്സ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ. അതും ഒരു ആന്റിബയോട്ടിക് ഗ്രൂപ്പാണ്. ടെട്രാസൈക്ലിൻസ് എന്ന് പറയുന്നത്, ടെട്രാസൈക്ലിൻ ഉണ്ടാക്കുന്നത് ദന്തൽ ഡിസ്കളറേഷൻ ആൻഡ് ഡിഫോമിറ്റി ആയിരിക്കും. ദന്തൽ ഡിസ്കളറേഷൻ, ഡിഫോമിറ്റി ആണ് ടെട്രാസൈക്ലിൻസ് ഉണ്ടാകുന്നത്. അവിടെ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. നെക്സ്റ്റ് വൺ ഈസ് ഐസോട്രെറ്റിനോയിൻ. ഐസോട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓറൽ റെറ്റിനോയിഡ്സ് ആണ് ഐസോട്രെറ്റിനോയിൻ എന്നൊക്കെ പറയുന്ന സംഗതി. ഐസോട്രെറ്റിനോയിൻ നമ്മൾ സാധാരണ കൊടുക്കുന്നത് നോഡുലാർ, എന്താ പറയാ, നിങ്ങൾ ഡെർമറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നോഡുലാർ ടൈപ്പ് ഓഫ് ആക്നെ വൾഗാരിസ്, നോഡുലാർ സ്റ്റേജിലുള്ള ആക്നെ വൾഗാരിസിലാണ് നമ്മൾ ഓറൽ ആയിട്ടുള്ള റെറ്റിനോയിഡ്സ് കൊടുക്കുന്നത്. ആ ഓറൽ റെറ്റിനോയിഡിന്റെ പേരാണ് ഐസോട്രെറ്റിനോയിൻ എന്ന് പറയുന്ന സംഗതി. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരു ഡ്രഗ് ആണ് അസിട്രറ്റിൻ എന്ന് പറയുന്ന സംഗതി. അസിട്രറ്റിൻ നമ്മൾ കൊടുക്കുന്നത് സോറിയാസിസ് കണ്ടീഷൻസിലാണ്. ജസ്റ്റ് വേണമെങ്കിൽ സൈഡിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കാം. അസിട്രറ്റിൻ കൊടുക്കുന്നത് സോറിയാസിസ് കണ്ടീഷനിലും ഐസോട്രെറ്റിനോയിൻ നമ്മൾ കൊടുക്കുന്നത്, 2 ഓറൽ റെറ്റിനോയിഡ്സ് ആണ്. ഐസോട്രെറ്റിനോയിൻ കൊടുക്കുന്നത് നോഡുലാർ സ്റ്റേജ് ഓഫ്, അതായത് പസ്റ്റുലാറും കഴിഞ്ഞിട്ട് നോഡുലാർ സ്റ്റേജ് ഓഫ് ആക്നെ വൾഗാരിസിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ കോമൺലി ഐസോട്രെറ്റിനോയിൻ കൊടുക്കുന്നത്. ഐസോട്രെറ്റിനോയിൻ ഉണ്ടാക്കുന്ന ടെറാറ്റോജനിക് ഇഫക്റ്റ് എന്ന് പറയുന്ന മൈക്രോഷ്യ, അനോഷ്യ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ്. മൈക്രോഷ്യ, അനോഷ്യ എന്നൊക്കെ പറയുന്നത് എക്സ്റ്റേണൽ ഇയർ ഒന്നുകിൽ ചെറുതായി പോവുക അല്ലെങ്കിൽ ഇല്ലാതെ പോവുക. മൈക്രോഷ്യ ചെറുത്, അനോഷ്യ നോ എന്നുള്ള രീതിയിൽ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഐസോട്രെറ്റിനോയിൻ ഇറ്റ്സ് ആൻ ഓറൽ റെറ്റിനോയിക് ആസിഡ് അല്ലെങ്കിൽ ഓറൽ റെറ്റിനോയിഡ് is commonly given for nodular acne vulgaris, nodular stage of acne. ക്ലിയർ? ഒരു കാര്യം ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഐസോട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ഡ്രഗ് എടുക്കുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി is contraindicated for 1 month. 1 മന്തിലേക്ക് ഐസോട്രെറ്റിനോയിൻ എടുക്കുന്ന പേഷ്യന്റിൽ പ്രഗ്നൻസി കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിരിക്കും. 1 മന്ത് ആണ്. 1 മന്ത് ഐ എന്ന് ഓർക്കുക, 1 എന്ന് ഓർക്കുക. 1 മന്ത് ആണ്. 1 മന്ത് പ്രഗ്നൻസി കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിരിക്കും ഐസോട്രെറ്റിനോയിനിൽ. ഞാൻ നേരത്തെ പറഞ്ഞു സോറിയാസിസ് കണ്ടീഷനിൽ കൊടുക്കുന്ന ഡ്രഗ് ആണ്
അസിട്രറ്റിൻ, ACI, അസിട്രറ്റിൻ എന്ന് പറയുന്ന ഡ്രഗ്. അസിട്രറ്റിൻ ആണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഫോർ 3 years. 3 വർഷത്തേക്ക് പ്രഗ്നൻസി കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിരിക്കും ഇഫ് യു ആർ ടേക്കിംഗ് അസിട്രറ്റിൻ. 3 years ആണ് അതിന്റെ വാഷ് ഔട്ട് പീരീഡ്. ആ വാഷ് ഔട്ട് പീരീഡ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. 3 yearsലേക്ക് പ്രഗ്നൻസി കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിരിക്കും. പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതാണ് അസിട്രറ്റിൻ. നമ്മുടെ ഡ്രഗ് എന്ന് പറയുന്ന ഐസോട്രറ്റിനോയിൻ മൈക്രോഷ്യ അനോഷ്യ പോലുള്ള ടെറാറ്റോജനിക് ഇഫക്ട്സ് ഉണ്ടാക്കുന്നു. ആൻഡ് ഓൾസോ പ്രഗ്നൻസി ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഫോർ 1 month. ക്ലിയർ? ഐസോട്രറ്റിനോയിൻ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് വാർഫാറിൻ എന്ന് പറയുന്ന ഡ്രഗ്. വാർഫാറിൻ എവിടെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയാം. വാർഫാറിൻ ഉണ്ടാക്കുന്ന ടെറാറ്റോജനിക് ഇഫക്റ്റ് ആണ്. വാർഫ് എന്ന് പറയുന്ന ഡ്രഗ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വളരെ കോമൺ ആയിട്ടുള്ള ഡ്രഗ് ആയതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയാത്തത്. വാർഫ് എന്ന് നമ്മൾ ചുരുക്കി പറയും. വാർഫാറിൻ എന്ന് പറയുന്ന സംഗതിയാണ്. കോൺട്രോ ഡിസ്പ്ലേസിയ പങ്ക്ടേറ്റ എന്ന് പറയുന്ന സംഗതിയാണ്. കോൺട്രോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു കാർട്ടിലേജ്, ഡിസ്പ്ലേസ് സംതിങ് ബാഡ് ഹാപ്പനിങ്. പങ്ക്ടേറ്റ മീൻസ് പങ്ക്ടം ലൈക്ക്, അതായത് കാർട്ടിലേജിൽ പങ്ക്ടം ലൈക്ക് ആയിട്ടുള്ള ഡിസ്പ്ലേസിയാസ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് കോൺട്രോ ഡിസ്പ്ലേസിയ പങ്ക്ടേറ്റ എന്ന് പറയുന്ന സംഗതി. അതുപോലെ തന്നെ ഹൈപ്പോപ്ലാസ്റ്റിക് ആയിട്ടുള്ള നെയ്സൽ ബോൺസും ഉണ്ടാകും. വാർഫാറിന്റെ എന്താണ് ഇഫക്റ്റ് ആയിട്ട്, അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിട്ട്, ടെറാറ്റോജനിക് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന കണ്ടീഷൻസ് ആണ് കോൺട്രോ ഡിസ്പ്ലേസിയ പങ്ക്ടേറ്റ ആൻഡ് ഓൾസോ ഹൈപ്പോപ്ലാസ്റ്റിക് നെയ്സൽ ബോൺസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിർബന്ധമായിട്ടും സ്റ്റാർ ഇട്ട് സൂക്ഷിച്ച് പഠിക്കേണ്ട 2 സംഗതികളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതുവരെയുള്ളതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത 2 ലാസ്റ്റ് 2 സംഗതികൾ മിസോപ്രോസ്റ്റോൾ ആൻഡ് SSRIs. മിസോപ്രോസ്റ്റോൾ എന്താണെന്ന് പറയുന്നത് നമുക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 ആണ്. PGE1 എന്ന് പറയുന്ന സംഗതിയാണ് മിസോപ്രോസ്റ്റോൾ. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കും. മിസോപ്രോസ്റ്റോൾ ഉണ്ടാക്കുന്ന ടെറാറ്റോജനിക് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മോബിയസ് സിൻഡ്രോം. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, 6th 7th ക്രേനിയൽ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പാൽസി ഒക്കെ ഉണ്ടാകുന്നതാണ് മോബിയസ് സിൻഡ്രോം എന്ന് പറയുന്നത്. മിസോപ്രോസ്റ്റോളിന്റെ ടെറാറ്റോജനിക് ഇഫക്റ്റ് ആയിട്ട് വരുന്നതാണ് മോബിയസ് സിൻഡ്രോം. ജസ്റ്റ് റിമെമ്പർ ദിസ്. മിസോപ്രോസ്റ്റോൾ മോബിയസ് സിൻഡ്രോം ഉണ്ടാക്കും. മിസോപ്രോസ്റ്റോൾ മോബിയസ് സിൻഡ്രോം 2 സ്റ്റാർ ഇട്ട് സൂക്ഷിക്കുക. മിസോപ്രോസ്റ്റോൾ കോസിംഗ് മോബിയസ് സിൻഡ്രോം. ക്ലിയർ? നെക്സ്റ്റ് ഇസ് SSRIs. SSRIs ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് എന്താ പറയാ, ടെറാറ്റോജനിക് ഇഫക്റ്റ് ആയിട്ടല്ല പറയുന്നത്, ഫങ്ഷണൽ ഇഫക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ADHD എന്ന് പറയുന്ന ഡിസീസ് നമുക്കറിയാം. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ADHD കുട്ടികളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇഫ് ദ പ്രഗ്നന്റ് ലേഡി ഈസ് ടേക്കിംഗ് SSRIs വൈൽ പ്രഗ്നന്റ്, കുട്ടികൾക്ക് ADHD ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ദേ മേ ഹാവ് പൾമണറി ഹൈപ്പർ ടെൻഷൻ ഓൾസോ. കുട്ടികളിൽ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. SSRIs കോസിംഗ് ADHD ആൻഡ് പൾമണറി ഹൈപ്പർ ടെൻഷൻ. ക്ലിയർ? ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു പോവാം. ഡൈഥൈൽ സിൽബസ്ട്രോൾ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള T-shaped യൂട്രസ് ഓർ ഹൈപ്പോപ്ലാസ്റ്റിക് യൂട്രസ്. ലിത്തിയം വെരി ഇമ്പോർട്ടന്റ്. എപ്സ്റ്റീൻ അനോമലി, അതർ കാർഡിയോവാസ്കുലർ അനോമലീസ്, ലിത്തിയം. ഫെനിറ്റോയിൻ ഫീറ്റൽ ഹൈഡാൻഡോയിൻ സിൻഡ്രോം, ക്ലെഫ്റ്റ് പലേറ്റ്, ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോഡിയം വാൽപ്രേറ്റ് വെരി ഇമ്പോർട്ടന്റ്. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ലൈക്ക് സ്പൈന ബൈഫിഡ. Indomethacin also very important. It is causing premature closure of ductus arteriosus. It's an NSAID. Methimazole is an anti-thyroid drug. Aplasia cutis തുടങ്ങിയ കണ്ടീഷൻസ് ഉണ്ടാക്കുന്നു. മെത്തിമസോൾ, അപ്ലേസിയ ക്യൂട്ടിസ്. ബാക്കി വരുന്ന കുറെ ആന്റിബയോട്ടിക്സ്, അമിനോഗ്ലൈക്കോസൈഡ്സ്, ഓഡിറ്ററി വെസ്റ്റിബുലർ ഡാമേജ് ഉണ്ടാകുന്നു. ക്ലോറാംഫെനിക്കോൾ വെരി ഇമ്പോർട്ടന്റ്. 2 സ്റ്റാർ ഇട്ട് സൂക്ഷിക്കുക. ക്ലോറാംഫെനിക്കോൾ ഗ്രേ ബേബി സിൻഡ്രോം. ടെട്രാസൈക്ലിൻസ് ഡെന്തൽ ഡിസ്കളറേഷൻ ആൻഡ് ഡിഫോമിറ്റി. ഐസോട്രറ്റിനോയിൻ ഓറൽ റെറ്റിനോയിക് ആസിഡ് ആണ്. നമ്മൾ നോഡുലാർ ആക്നെ വൾഗാരിസ് കൊടുക്കുന്നു. മൈക്രോഷ്യ അനോഷ്യ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുന്നു. 1 month എന്ന് പറയുന്ന പ്രഗ്നൻസി കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഇതിന്റെ തന്നെ കൂട്ടത്തിലുള്ള ഡ്രഗ് അസിട്രറ്റിൻ സോറിയാസിസ് കണ്ടീഷൻസിൽ കൊടുക്കുന്നു. 3 years ആണ് വാഷ് ഔട്ട് പീരീഡ്. 3 yearsലേക്ക് പ്രഗ്നൻസി കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. നെക്സ്റ്റ് ഇസ് വാർഫാറിൻ. വാർഫാറിൻ എന്ന് പറയുന്ന വൈറ്റമിൻ കെ അന്റഗോണിസ്റ്റ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന ഡ്രഗ് ആണ്. നമ്മൾ ഇവിടെ കൊടുക്കുന്നു എന്നറിയാം. കോൺട്രോ ഡിസ്പ്ലേസിയ പങ്ക്ടേറ്റ, ഹൈപ്പോപ്ലാസ്റ്റിക് നെയ്സൽ ബോൺ പോലുള്ള കണ്ടീഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. മിസോപ്രോസ്റ്റോൾ PGE1 ആണ്. മോബിയസ് സിൻഡ്രോം ഉണ്ടാക്കുന്നു. SSRIs എന്ന് പറയുന്നത്, SSRI ഞാൻ പറയാൻ വിട്ടുപോയി, സൈക്കാട്രിക് ഡ്രഗ് ആണെന്ന് പറയാം. SSRI സെലക്ടീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ് SSRIs എന്ന് പറയുന്നത്. നമ്മൾ ആന്റി ഡിപ്രസന്റ് ആയിട്ട് ആൻസൈറ്റിയോലൈറ്റിക് ആയിട്ടൊക്കെ കൊടുക്കുന്ന ഡ്രഗ് ആണ് SSRIs എന്ന് പറയുന്നത്. ADHD, പൾമണറി ഹൈപ്പർ ടെൻഷൻ പോലുള്ള സംഗതികളൊക്കെ കുട്ടികളിൽ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ? ഈ 2 സ്ലൈഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഴുതി എടുത്ത് സൂക്ഷിക്കുക. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഓർത്തു കഴിഞ്ഞാൽ
ഓർമ്മ കിട്ടും. പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ക്ലിയർ? അങ്ങനെ ഈ ഒരു സ്ലൈഡോട് കൂടി നമ്മൾ ഡ്രഗ്സ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്ന സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയാണ് വൺ ഓഫ് ദ മോസ്റ്റ് മൈ ഫേവറേറ്റ് ആൻഡ് ഓൾസോ പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കറക്റ്റ് ഡേറ്റ നമുക്ക് അവൈലബിൾ അല്ലാത്ത, പലരും പലത് പറയുന്ന, എന്നാൽ UG കാലഘട്ടത്തിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ USG സ്കാൻ, അനോപ്ലോയിഡ് സ്ക്രീനിങ് തുടങ്ങിയ കാര്യങ്ങളിൽ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ വേണേൽ ക്വസ്റ്റ്യൻസ് വരാം. കൺസെപ്ച്വൽ ആയിട്ട് തന്നെ നമുക്ക് അതിനെ ആൻസർ ചെയ്യാൻ സാധിക്കും. കുറച്ച് കാര്യങ്ങൾ ഫാക്ച്വൽ ആയിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രഗ്സ് അവസാനിപ്പിക്കുന്നു. വി ആർ ഗോയിങ് ടു USG സ്കാൻസ് ഇൻ പ്രഗ്നൻസി. ക്ലിയർ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്കാനിനെ പറ്റി പറഞ്ഞാണ് തുടങ്ങുന്നത്. ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയുന്ന കാര്യം. ഏർലി പ്രഗ്നൻസി സ്കാൻ എന്ന് പറഞ്ഞു. ഡേറ്റിംഗ് സ്കാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇറഗുലർ സൈക്കിൾസ് ഉള്ള അല്ലെങ്കിൽ ഓൺ OCPs ആയിട്ടുള്ള ലേഡീസ് ഉണ്ടെങ്കിൽ ജസ്റ്റേഷൻ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നെഗ്ലിസ് ഫോർമുല ഉപയോഗിക്കുന്നതിൽ പരിമിതിയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രൗൺ ഡ്രം ലെങ്ത് ഒക്കെ അളന്നിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ട്രൈമിസ്റ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റു പാരാമീറ്റേഴ്സ് അളന്നിട്ട് അത് ബ്രഷപ്പ് ചെയ്യുക, ആ മെമ്മറി ബ്രഷപ്പ് ചെയ്യുക. അളന്നിട്ടാണ് നമ്മൾ ജസ്റ്റേഷണൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡേറ്റിംഗ് സ്കാൻ. ഏർലി പ്രഗ്നൻസി സ്കാൻ ഞാൻ ബോൾഡ് ലെറ്റർ എഴുതിയിരിക്കുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. 7 to 11 വീക്സിലാണ് ഡേറ്റിംഗ് സ്കാൻ ചെയ്യുന്നത്. ഏർലി പ്രഗ്നൻസി സ്കാൻ, ഡേറ്റിംഗ് സ്കാൻ, ബുക്കിംഗ് സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ പറയാറുണ്ട്. ക്ലിയർ? അതൊന്ന് എഴുതിയെടുത്ത് സൂക്ഷിക്കുക. ഡേറ്റിംഗ് സ്കാൻ 7 to 11 വീക്സിലാണ് ഡേറ്റിംഗ് സ്കാൻ ചെയ്യുന്നത്. ഏർലി പ്രഗ്നൻസി സ്കാൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജസ്റ്റേഷണൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫീറ്റൽ ഹാർട്ട് റേറ്റ് അസസ് ചെയ്യുക, കാർഡിയാക് ആക്ടിവിറ്റി ഉണ്ടോ എന്ന് അസസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഡേറ്റിംഗ് സ്കാനിൽ നടക്കുന്നത്. ഇൻട്രായൂട്രൈൻ പ്രഗ്നൻസി തന്നെയാണെന്ന് കൺഫേം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഡേറ്റിംഗ് സ്കാനിൽ നടക്കും. അതിനെപ്പറ്റി ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. അത്രയും മതി. ആൻഡ് ഓൾസോ ദി 7 to 11 വീക്സിലാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു സംഗതി കൂടി ഓർത്തിരിക്കുക. ഡേറ്റിംഗ് സ്കാൻ, ഏർലി പ്രഗ്നൻസി സ്കാൻ നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ആദ്യത്തെ വിസിറ്റിലൊക്കെ തന്നെയായിട്ട് ചെയ്യുന്ന സ്കാനാണ് ഡേറ്റിംഗ് സ്കാൻ. ക്ലിയർ? നെക്സ്റ്റ് സ്കാൻ ഈസ് NT സ്കാൻ. ഇവിടെ തൊട്ടാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരുന്നത്. നമുക്ക് പറഞ്ഞു തീർത്ത് പോകാം. NT സ്കാൻ എന്ന് പറയുന്നത് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്നാണ് പറയുന്നത്. ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ 11 to 14 വീക്സിലാണ് നമ്മൾ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ ചെയ്യുന്നത്. 11 to 14 വീക്സ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. NT സ്കാനിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. NT സ്കാൻ 11 to 14 വീക്സിൽ ചെയ്യുന്ന സ്കാനാണ് NT സ്കാൻ, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ. നെക്സ്റ്റ് വൺ ഈസ് അനോമലി സ്കാൻ. അനോമലി സ്കാന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകൾ അല്ലെങ്കിൽ സ്ലൈറ്റ് വേരിയേഷൻസ് മാത്രമുള്ള, ഒരേപോലെയാണെന്ന് തന്നെ പഠിച്ചാൽ മതിയാവും, പേരുകളാണ് അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അനോമലി സ്കാൻ ഇസ് ഓൾസോ നെയ്മഡ് ആസ് ലെവൽ 2 സ്കാൻ. ഇറ്റ് ഈസ് ഓൾസോ നെയ്മഡ് ആസ് ടിഫ സ്കാൻ. ഇറ്റ് ഈസ് ഓൾസോ നെയ്മഡ് ആസ് ടാർജറ്റ് സ്കാൻ. ഈ മൂന്ന് സംഗതികളെയും നമുക്ക് അനോമലി സ്കാനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാവുന്ന മൂന്ന് പേരുകളാണ്. അനോമലി സ്കാൻ ഇസ് ഓൾസോ നെയ്മഡ് ആസ് ലെവൽ 2 സ്കാൻ, ടിഫ സ്കാൻ and also target scan. Clear? Anomaly scan, and it is done from 18 weeks to 24 weeks. 18 to 24 വീക്സിലാണ് നമ്മൾ അനോമലി സ്കാൻ ചെയ്യുന്നത്. ഫീറ്റൽ അനോമലീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനോമലി സ്കാൻ ചെയ്യുന്നത്. അനോമലി, ദ നെയിം ഇറ്റ് സെൽഫ് ഇൻഡിക്കേറ്റ് വാട്ട് ഇറ്റ് മീൻസ്. ഓക്കെ, അനോമലി സ്കാൻ, ലെവൽ 2 സ്കാൻ, ടിഫ സ്കാൻ, ടാർജറ്റ് സ്കാൻ എന്നൊക്കെ അറിയപ്പെടുന്നു. 18 to 24 വീക്സിലാണ് അനോമലി സ്കാൻ നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്കാൻ ഈസ് ഗ്രോത്ത് സ്കാൻ. നമ്മൾ പറഞ്ഞു ഗ്രോത്ത് സ്കാനിനെ പറ്റി നമ്മൾ നേരത്തെയും പറഞ്ഞാണ്. 32 വീക്സിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ്. ദ മെയിൻ പർപ്പസ് ഓഫ് ഗ്രോത്ത് സ്കാൻ ഈസ് ടു ജസ്റ്റ് ബ്രഷ് അപ്പ് യുവർ മെമ്മറി. ഗ്രോത്ത് സ്കാൻ, ദ മെയിൻ പർപ്പസ് ഓഫ് ഗ്രോത്ത് സ്കാൻ ഈസ് ടു എസ്റ്റിമേറ്റ് ദ ഫീറ്റൽ വെയിറ്റ്. EFW, എസ്റ്റിമേറ്റഡ് ഫീറ്റൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് the main purpose of growth scan. ഗ്രോത്ത് സ്കാനിന് വേറെയും പല പർപ്പസുകളുണ്ട്. ഇപ്പൊ പ്ലാസന്റ പ്രവിയ പോലുള്ള കണ്ടീഷൻസിൽ ആ ഒരു കണ്ടീഷൻ ക്ലിയർ ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഗ്രോത്ത് സ്കാനിൽ അറിയാൻ പറ്റും. ഗ്രോത്ത് സ്കാനിൽ ലാസ്റ്റ് എന്താ പറയാ 32 വീക്സിന് ശേഷമൊക്കെ വരുന്ന കുട്ടിയുടെ പ്രസന്റേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാൻ സാധിക്കും. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗ്രോത്ത് സ്കാനിൽ വരുന്നത്. The most important purpose of the main purpose of growth scan is to estimate the fetal weight. എസ്റ്റിമേഷൻ ഓഫ് ഫീറ്റൽ വെയിറ്റ് ആണ് എടുക്കുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു എസ്റ്റിമേറ്റഡ് ഫീറ്റൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള പാരാമീറ്റർ എന്ന് പറയുന്നത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് തിങ്ക് ഏതാണെന്ന് ചിന്തിച്ചു നോക്കുക. ഇറ്റ് വാസ് അബ്ഡോമിനൽ സർക്കംഫറൻസ് AC.
ഓക്കെ, ഗ്രോത്ത് സ്കാൻ മെയിൻലി ഫോർ എസ്റ്റിമേറ്റഡ് ഫീറ്റൽ വെയിറ്റ്. ആ എസ്റ്റിമേറ്റഡ് ഫീറ്റൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതുപോലെ അബ്ഡോമിനൽ സർക്കംഫറൻസ് ആണ്. അബ്ഡോമിനൽ സർക്കംഫറൻസ് ഓഫ് ദ ഫീറ്റസ് ആണ്. നമ്മൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അബ്ഡോമിനൽ സർക്കംഫറൻസ് കിട്ടുന്നു, AC. ആൻഡ് ഗ്രോത്ത് സ്കാൻ ഇസ് ഡൺ ആഫ്റ്റർ 32 വീക്സ്. ഓക്കെ, 32 വീക്സിന് ശേഷമാണ് കോമൺലി ഗ്രോത്ത് സ്കാൻ ചെയ്യുന്നത്. ഏതൊക്കെ സ്കാനാണ്? ഡേറ്റിംഗ് സ്കാൻ ഓർ എയർലി പ്രഗ്നൻസി സ്കാൻ 7 to 11 വീക്സ് ചെയ്യുന്നു. NT സ്കാൻ ഓർ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ 11 to 14 വീക്സിൽ ചെയ്യുന്നു. അനോമലി സ്കാൻ, ലെവൽ 2 സ്കാൻ, ടിഫ സ്കാൻ, ടാർജറ്റ് സ്കാൻ എന്നൊക്കെ അറിയപ്പെടുന്നു, 18 to 24 വീക്സിൽ ചെയ്യുന്നു. ഗ്രോത്ത് സ്കാൻ മെയിൻ പർപ്പസ് ഇസ് എസ്റ്റിമേറ്റഡ് ഫീറ്റൽ വെയിറ്റ് ആൻഡ് ഇറ്റ് ഇസ് ഡൺ ആഫ്റ്റർ 32 വീക്സ്. ക്ലിയർ? ഈ 4 ടൈപ്പ് ഓഫ് സ്കാനുകളാണ് നമുക്കറിയാം. നമ്മൾ ഹൗസ് സർജൻസി കാലഘട്ടത്തിലും ഒക്കെ ഈ ബുക്ക് എഴുതുമ്പം അതിൽ വരുന്ന മെയിൻ 4 സ്കാനുകൾ ഇതൊക്കെയായിരുന്നു. നമ്മൾ ഇൻ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കാൻ, നിങ്ങൾക്ക് ഒരു സ്കാനെ അഫോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്കാനെ എടുക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്കാൻ എടുക്കും എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൾവേസ് അനോമലി സ്കാൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കാൻ ഏതാണെന്ന് ചോദിച്ചാൽ ഈ കൂട്ടത്തിൽ ഇറ്റ് ഈസ് അനോമലി സ്കാൻ. അനോമലി സ്കാനിൽ അനൻസെഫാലി പോലുള്ള കണ്ടീഷൻസ് പോലും ഡിറ്റക്ട് ചെയ്യുന്നതാണ്. കാർഡിയാക് അനോമലി ഡിറ്റക്ട് ചെയ്യുന്നതാണ്, ലിംബ് അനോമലീസ് ഡിറ്റക്ട് ചെയ്യുന്നതാണ്. അപ്പം അനോമലി സ്കാൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കാൻ. ഏതെങ്കിലും ഒരു സ്കാനെ അഫോർഡ് ചെയ്യാൻ സാധിക്കൂ എന്നൊരു കണ്ടീഷൻ വന്നാൽ, അല്ലെങ്കിൽ ഞാൻ ഒരു സ്കാനെ എടുക്കൂ എന്ന് നിർബന്ധം പിടിച്ചാൽ, it should be anomaly scan. It is done from 18 to 24 weeks. It is also named as level 2 scan, TIFA scan or target scan. ഈ ഒരു സ്ലൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 സ്കാനുകൾ, അതിന്റെ എടുക്കുന്ന ഡേറ്റുകൾ, അനദർ നെയിംസ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കാൻ ഈസ് അനോമലി സ്കാൻ എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു NT സ്കാനിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞു. NT സ്കാൻ ആ പേരിൽ തന്നെയുണ്ട്, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ. സം ടൈപ്പ് ഓഫ് ട്രാൻസ്ലൂസൻസീസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ എന്നുള്ളതാണ് പറയുന്നത്. എന്ത് ട്രാൻസ്ലൂസൻസിയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ദ ട്രാൻസ്ലൂസന്റ് ഏരിയ ഓഫ് തിക്നെസ് ഇൻ ദ നെയ്പ് ഓഫ് നെക്ക്. നെയ്പ് ഓഫ് നെക്ക് എവിടെയാണെന്ന് അറിയാം. കുട്ടിയുടെ നെയ്പ് ഓഫ് നെക്കിലുള്ള ഒരു ട്രാൻസ്ലൂസന്റ് ഏരിയ ഓഫ് തിക്നെസ് അളക്കുകയാണ് ശരിക്കും ക്ഷമിക്കണം, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്ന് പറയുന്ന സംഗതിയിൽ പറയുന്നത്. ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ, NT സ്കാൻ, ഒരു ട്രാൻസ്ലൂസന്റ് ഏരിയ ഓഫ് തിക്നെസ് ഇൻ ദ നെയ്പ് ഓഫ് നെക്ക്. ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാനിൽ എടുക്കുന്നത് അതാണ്. നെയ്പ് ഓഫ് നെക്ക് എവിടെയാണെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഫിഗർ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ മനസ്സിലാവും. ഈ ഒരു ആ താഴ്ഭാഗത്തായിട്ട് തിക്നെസ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ആ ഒരു ആരോ കൊടുത്തിട്ട് തിക്നെസ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ട്രാൻസ്ലൂസന്റ് ഏരിയ കാണുന്നുണ്ടാവുമല്ലോ, ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ആ ട്രാൻസ്ലൂസന്റ് ഏരിയ ആണ് നമ്മൾ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്ന് പറയുന്ന ട്രാൻസ്ലൂസന്റ് ഏരിയ കാണിച്ചിരിക്കുന്ന ആ തിക്നെസ് ആണ്. ആ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഷെയ്ഡ് കാണുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ് ഇസ് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാനിൽ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ലൂസന്റ് ഏരിയ ഓഫ് തിക്നെസ് ഇൻ ദ നെയ്പ് ഓഫ് നെക്ക് ആണ്. ആൻഡ് ദാറ്റ് നോർമൽ വാല്യൂ എത്രയാണ്? നമ്മൾ ഈ കാണിച്ച ഈ തിക്നെസ് എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു സെക്ഷന്റെ നോർമൽ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 3 മില്ലിമീറ്റേഴ്സ് ഇന്നർ ടു ഇന്നർ. നമുക്ക് കാണാം ആ നെയ്പ് ഓഫ് നെക്കിൽ ഇച്ചിരി തിക്കായിട്ടാണ് ആ ഒരു 2 വൈറ്റ് ലൈൻസ് പോയിരിക്കുന്നത്. അതിനിടയിലാണ് ആ ഒരു ട്രാൻസ്ലൂസന്റ് ഏരിയ വരുന്നത്. ആ ട്രാൻസ്ലൂസന്റ് ഏരിയ അളക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നർ ടു ഇന്നർ ആയിട്ടാണ് അളക്കുന്നത്. ആ ഒരു തിക്ക് ഏരിയയുടെ അകത്തു നിന്നും അപ്പുറത്തെ വശത്തുള്ള അകത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ഇന്നർ ടു ഇന്നർ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ 3 മില്ലിമീറ്റേഴ്സ് എന്നുള്ളിടത്താണ് NT സ്കാൻ നോർമൽ ആവുന്നത്. NT സ്കാൻ നോർമൽ ആവുന്നത് ട്രാൻസ്ലൂസന്റ് ഏരിയയുടെ തിക്നെസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 mm ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രം ഇന്നർ ടു ഇന്നർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടു പാരലൽ വൈറ്റ് ലൈൻസ്. ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാനിൽ നമ്മൾ ആ ട്രാൻസ്ലൂസന്റ് ഏരിയ ഇൻ ദ നെയ്പ് ഓഫ് നെക്ക് എടുക്കുന്നതിന് പുറമെ നമ്മൾ നോക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നെയ്സൽ ബോൺസ് ആണ്. നെയ്സൽ ബോൺസിനെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം. നെയ്സൽ ബോൺസിന് 2 വൈറ്റ് പാരലൽ ലൈൻസ് ആയിട്ട് നിങ്ങൾക്ക് നെയ്സൽ ബോണിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഈ ഫിഗറിൽ ഏറ്റവും മുകളിലായിട്ട് നോക്കുക, ആ ഒരു ഫേസിന്റെ ഏരിയയിൽ, ആ ഒരു നോസിന്റെ ഏരിയയിലായിട്ട് 2 പാരലൽ വൈറ്റ് ലൈൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വൈറ്റിഷ് ആയിട്ടുള്ള 2 പാരലൽ ലൈൻസ്, ദാറ്റ് ഈസ് ഓൾസോ നെയിംഡ് ആസ് പാരലൽ സൈൻ. അത് 2 നെയ്സൽ ബോണുകളാണ്. പാരലൽ ആയിട്ട് 2 നെയ്സൽ ബോണുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും NT സ്കാനിൽ. അത് കാണാത്തവർക്കായിട്ട് ഒന്നുകൂടെ നോക്കുക. ആ 2 പാരലൽ ലൈൻസ് ആണ് നെയ്സൽ ബോൺസ്. നെയ്സൽ സൈൻ അല്ലെങ്കിൽ പാരലൽ സൈൻ എന്നറിയപ്പെടും. ആ താഴ്ഭാഗത്തായിട്ട് നെയ്പ് ഓഫ് നെക്കിൽ കാണപ്പെടുന്ന ആ ഒരു ട്രാൻസ്ലൂസന്റ് ഏരിയ ആണ് നമ്മൾ
വിട്ട് അളക്കുന്നത്, അതാണ് ലെസ് ദാൻ 3 mm ഇന്നർ ടു ഇന്നർ എന്ന് പറയുന്നത് നോർമൽ ആകുന്നത്. ക്ലിയർ? ഈ ഒരു 3 പോയിന്റും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ പറയുന്നത് NT സ്കാൻ ഈസ് പെർഫോംഡ്, എങ്ങനത്തെ സാഹചര്യത്തിലാണ് NT സ്കാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ NT സ്കാൻ എടുക്കുമ്പോൾ ആ ഒരു ഫീറ്റൽ പൊസിഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ജസ്റ്റ് ഫോർ എ കംപ്ലീഷൻ സേക്ക് അറിഞ്ഞിരിക്കുക. ദ നെക്ക് ഷുഡ് ബി ഇൻ ന്യൂട്രൽ പൊസിഷൻ, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ദ നെക്ക് ഇൻ ന്യൂട്രൽ പൊസിഷൻ ആൻഡ് ക്രൗൺ റം ലെങ്ത് എന്ന് പറയുന്ന 45 to 84 millimeters ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ NT സ്കാൻ എടുക്കുന്നത്. ജസ്റ്റ് ഫോർ ആ ഒരു ടൈം പീരീഡ്, ഏതൊരു സാഹചര്യത്തിലാണ് എടുത്താലാണ് കൂടുതൽ കറക്റ്റ് വാല്യൂ കിട്ടുന്നതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഓൾസോ ഇൻ ദ മിഡ് സാജൈറ്റൽ പ്ലെയിനിലാണ് NT സ്കാൻ എടുക്കുന്നത്. ഓക്കെ, നെക്ക് ഇൻ ദ ന്യൂട്രൽ പൊസിഷൻ, ക്രൗൺ റം ലെങ്ത് 45 to 84 millimeters ആൻഡ് ടേക്കൺ ഇൻ ദ മിഡ് സാജൈറ്റൽ പ്ലെയിൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇഫ് NT സ്കാനിൽ നമ്മൾ ആ ന്യൂക്രൽ ട്രാൻസ്ലൂസൻസി എന്ന് പറയുന്ന ഇന്നർ ടു ഇന്നർ ലെങ്ത് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 3 millimeters ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 3 millimeters, മോസ്റ്റ് കോമൺലി ദ സിൻഡ്രോം വിൽ ബി ഡൗൺ സിൻഡ്രോം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡൗൺ സിൻഡ്രോം വിൽ ബി മോർ ദാൻ ടെർണർ സിൻഡ്രോം. രണ്ടിലും ഉണ്ടാകാം, പക്ഷേ ഇഫ് ദ ന്യൂക്രൽ ട്രാൻസ്ലൂസൻസി ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 3 millimeters, മോസ്റ്റ് കോമൺലി ഇറ്റ് വിൽ ബി ഡൗൺ സിൻഡ്രോം, ദെൻ ഇറ്റ് വിൽ ബി ടെർണർ സിൻഡ്രോം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ മോസ്റ്റ് കോമൺ കൺജനൈറ്റൽ അനോമലി അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് ന്യൂക്രൽ ട്രാൻസ്ലൂസൻസി എന്നൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കാർഡിയോവാസ്കുലർ സിസ്റ്റം റിലേറ്റഡ് അനോമലി ആയിരിക്കും കൂടുതലായിട്ടും ഉണ്ടായിരിക്കുന്നത്. മോസ്റ്റ് കോമൺ സിൻഡ്രോം ആണ് ചോദിക്കുന്നതെങ്കിലാണ് ഡൗൺ സിൻഡ്രോം മോർ ദാൻ ടെർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇഫ് ന്യൂക്രൽ ട്രാൻസ്ലൂസൻസി മോർ ദാൻ ഓർ ഈക്വൽ ടു 3 millimeters എന്ന് പറയുന്നത്, ന്യൂക്രൽ ട്രാൻസ്ലൂസൻസി മോർ ദാൻ ഓർ ഈക്വൽ ടു 3 millimeters, it will be down syndrome more than Turner syndrome. Okay, most common congenital anomaly, system wise anomaly ഏതാണ് ഈ ന്യൂക്രൽ ട്രാൻസ്ലൂസൻസി മോർ ദാൻ ഓർ ഈക്വൽ ടു 3 mm എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കാർഡിയോവാസ്കുലർ സിസ്റ്റം റിലേറ്റഡ് കൺജനൈറ്റൽ അനോമലി. ഓക്കെ, സ്കാൻ എന്താണെന്ന് പറഞ്ഞു, NT സ്കാൻ എവിടെ എടുക്കുന്നത് പറഞ്ഞു, NT ഇങ്ങനൊരു പിക്ചർ വരാൻ സാധ്യതയില്ല, പക്ഷെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്ക് ഇൻ ന്യൂക്രൽ ട്രാൻസ്ലൂസൻസി മോർ ദാൻ ഓർ ഈക്വൽ ടു 3 millimeters ആവുകയാണെന്നുണ്ടെങ്കിൽ there is high chance of Down syndrome more than Turner syndrome. കൺജനൈറ്റൽ അനോമലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കൺജനൈറ്റൽ അനോമലി ആയിരിക്കും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. NT സ്കാനിനെ പറ്റി ഒരു ധാരണയായി എന്ന് വിചാരിക്കുന്നു. ഇനിയാണ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ UG ടൈമിലൊന്നും നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, അല്ലെങ്കിൽ എക്സാമിനൊന്നും അധികം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ലാത്ത, എന്നാൽ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എല്ലാ എക്സാമുകൾക്കും മീൻസ് എല്ലാ തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കും ഒരു ചോദ്യം നിർബന്ധമായിട്ടും വരുന്ന, എല്ലാ കാലത്തും വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഇനി പറയാൻ പോകുന്ന ഒരു 3-4 സ്ലൈഡുകളാണ്. അത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് കേട്ടിരിക്കണം. ഇതുവരെ നിങ്ങൾ ഒന്നും ചിന്തിച്ചില്ല, അല്ലെങ്കിൽ ചിന്തിക്കാതിരുന്ന് ജസ്റ്റ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, പിന്നെ കേൾക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, നോട്ട് എഴുതിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും ഇനി മുതലുള്ള സ്ലൈഡുകൾ കംപ്ലീറ്റ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസോടെ, അറ്റ്മോസ്റ്റ് ഫോക്കസോട് കൂടി തന്നെ നോക്കിയിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം, അത് മനസ്സിലാക്കണം. അന്യൂപ്ലോയിഡി സ്ക്രീനിങ് ഏറ്റവും ചെറുതായിട്ട്, ഏറ്റവും ഷോർട്ടായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെയാണ് പഠിച്ചത്, അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പറയാം. അന്യൂപ്ലോയിഡി സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ, അന്യൂപ്ലോയിഡി എന്താണെന്നറിയാം, യൂപ്ലോയിഡി പ്ലസ് എ, ദാറ്റ് ഇസ് നോട്ട് എ യൂപ്ലോയിഡി കണ്ടീഷൻ എന്ന് പറയുന്നതാണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ക്രോമസോം നമ്പറുകളിൽ വരുന്ന ചേഞ്ചസ് ആണ്. അന്യൂപ്ലോയിഡി എന്താണെന്ന് ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. +2 കാലം തൊട്ട് അന്യൂപ്ലോയിഡി എന്തൊക്കെയാണെന്ന് പറയുന്നതാണ്. അന്യൂപ്ലോയിഡി സ്ക്രീനിങ് എവിടൊക്കെ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഡൺ ഓൺലി ഇൻ ഹൈ റിസ്ക് കേസസ്. നമ്മളുടെ ക്ലിനിക്കൽ സെറ്റിംഗിൽ നമ്മൾ ഹൈ റിസ്ക് കേസസിൽ മാത്രമാണ് അന്യൂപ്ലോയിഡി സ്ക്രീനിങ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് അത്തരത്തിലുള്ള ഹൈ റിസ്ക് കേസസ്? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ട്രൈസോമി 13 ദാറ്റ് ഇസ് പട്ടാവ് സിൻഡ്രോം, ട്രൈസോമി 18 ദാറ്റ് ഇസ് എഡ്വേർഡ് സിൻഡ്രോം, ട്രൈസോമി 21 ദാറ്റ് ഇസ് ഡൗൺ സിൻഡ്രോം. ഈ സിൻഡ്രോംസിലൊക്കെയാണ് മെയിൻലി നമ്മൾ അതിനേക്ക് ഹൈ റിസ്ക് കേസസ് ആയിട്ട് എടുത്തിട്ട് അന്യൂപ്ലോയിഡി സ്ക്രീനിങ്ങിലേക്ക് പോകുന്നത്.
ഓക്കെ, ഈ കേസസ് ഒക്കെയാണ് നമ്മൾ ഹൈ റിസ്ക് കേസസ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഡൺ ഓൺലി ഇൻ ഹൈ റിസ്ക് കേസസ് ഇൻ അവർ ക്ലിനിക്കൽ സെനേറിയോ അന്യൂപ്ലോയിഡി സ്ക്രീനിങ്. പക്ഷേ ACOG പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ACOG മീൻസ് അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറയുന്ന ACOG പറയുന്നത് ഓൾ പ്രഗ്നന്റ് വുമൻ മോർ ദാൻ 21 വീക്സ് ഓഫ് ജെസ്റ്റേഷൻ ഏജ് ഷുഡ് ബി ഓഫേർഡ് സ്ക്രീനിങ്. 21 വീക്ക് ജെസ്റ്റേഷൻ ഏജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രഗ്നന്റ് വിമനും നമ്മൾ അന്യൂപ്ലോയിഡി സ്ക്രീനിങ് ഓഫർ ചെയ്യണം എന്നുള്ളതാണ് ACOG പറയുന്നത്. നമ്മളുടെ ക്ലിനിക്കൽ സെനേറിയോയിൽ നമ്മൾ ഹൈ റിസ്ക് കേസസിന് മാത്രമാണ് അന്യൂപ്ലോയിഡി സ്ക്രീൻ ഓഫർ ചെയ്യുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇൻ മൈ കോളേജ് ഓൾസോ ഞാൻ ഇത് ഓഫർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഡെവലപ്പായി വരുന്നുണ്ട്. മേ ബി ഇപ്പൊ പ്രാക്ടീസിൽ വന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ACOG പറയുന്നതനുസരിച്ച് എല്ലാ പ്രഗ്നന്റ് വിമൻ, ഓൾ പ്രഗ്നന്റ് വിമൻ മോർ ദാൻ 21 വീക്സ് ഓഫ് ജെസ്റ്റേഷൻ ഏജ് ഷുഡ് ബി ഓഫേർഡ് അന്യൂപ്ലോയിഡി സ്ക്രീനിങ്. അന്യൂപ്ലോയിഡി സ്ക്രീനിങ് എവിടെ കൊടുക്കണമെന്നും എന്താണ് അതിന് പറയുന്ന ഒരു എന്താ പറയാ പ്രോട്ടോകോൾ എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. എന്താണ് അന്യൂപ്ലോയിഡി സ്ക്രീനിങ് എന്നുള്ള കാര്യം ഇനിയാണ് വരുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. അന്യൂപ്ലോയിഡി ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്യൂപ്ലോയിഡി ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് സ്ക്രീൻ ചെയ്യുക. സ്ക്രീൻ ചെയ്തിട്ട് ഹൈ റിസ്ക് ഉണ്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കൺഫർമേറ്ററി ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് ദ ഫീറ്റസ് ഈസ് ഹാവിങ് സം സോർട്ട് ഓഫ് അന്യൂപ്ലോയിഡി, നമ്മൾ ഒരു അന്യൂപ്ലോയിഡി സ്ക്രീനിങ് വെച്ചിട്ട് അതിനുള്ള സാധ്യത ഡിറ്റക്ട് ചെയ്യും. ഏതൊരു സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞാലും ദർ വിൽ ബി എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ ചെയ്യുന്ന സ്ക്രീനിങ് മെത്തേഡ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ആ സ്ക്രീനിങ് മെത്തേഡ്സിൽ ഹൈ റിസ്ക് ഡിറ്റക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗോ ഫോർ എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇതിനെ ഡിഫറെന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ആ സ്ക്രീനിങ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അന്യൂപ്ലോയിഡി സ്ക്രീനിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് എന്നും സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് എന്നും നമ്മൾ സ്ക്രീനിങ് മെത്തേഡ്സിനെ പറയാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് എന്ന് പറയുന്ന രണ്ട് സംഗതികളാണ്. ഫസ്റ്റ് വൺ ഈസ് ഡബിൾ മാർക്കർ. ഈ ഡബിൾ മാർക്കർ സ്ക്രീനിങ് മെത്തേഡ് എന്റെ കോളേജിലും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഡബിൾ മാർക്കർ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് മെത്തേഡ് ആണ് ഡബിൾ മാർക്കർ. ഡബിൾ മാർക്കറിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ വേരിയേഷൻസ് കൺസിഡർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, മാർക്കേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ബീറ്റ HCG ആൻഡ് പാപ്പ് എ. അതിന്റെ ഫുൾ ഫോമിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. പ്രഗ്നൻസി അസോസിയേറ്റഡ് പ്ലാസ്മ പ്രോട്ടീൻ എന്നുള്ളതാണ് PAPP എന്നുള്ളത്, ആൻഡ് ദാറ്റ് എ എന്ന് പറയുന്ന സംഗതി. ഓക്കെ, പ്രഗ്നൻസി അസോസിയേറ്റഡ് പ്ലാസ്മ പ്രോട്ടീൻ ഇറ്റ് ഈസ് നോട്ട് റിലവന്റ്, ജസ്റ്റ് തിങ്ക് പപ്പ ഓർ PAPPA, പാപ്പ് എ. രണ്ട് മാർക്കേഴ്സ് ആണ് ഡബിൾ മാർക്കറിൽ ഉപയോഗിക്കുന്നത്, ബീറ്റ HCG ആൻഡ് പാപ്പ് എ. എഴുതിയെടുത്ത് നിർബന്ധമായിട്ടും മനസ്സിലാക്കി പഠിക്കണം. രണ്ട് മാർക്കേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അസസ് ചെയ്യുന്നത്. ഡബിൾ മാർക്കർ സ്റ്റഡിയിൽ ഉപയോഗിക്കുന്ന മാർക്കേഴ്സ് എന്ന് പറയുന്നത് ബീറ്റ HCG എന്ന് പറയുന്ന ഹോർമോണും അതിന്റെ കൂട്ടത്തിൽ PAPPA എന്ന് പറയുന്ന കമ്പോണന്റ്, പാപ്പ് എ എന്ന് പറയുന്ന കമ്പോണന്റ്. ഓക്കെ, ആൻഡ് ഡൗൺ സിൻഡ്രോം ആകാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ മാർക്കേഴ്സിൽ വരുന്ന വ്യത്യാസം എങ്ങനെയാണെന്നാണ് അടുത്ത പറയുന്നത്. ബീറ്റ HCG വിൽ ബി ഇൻക്രീസ്ഡ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒരു ആരോ ഇട്ട് സൂക്ഷിക്കുക. ബീറ്റ HCG വിൽ ബി ഇൻക്രീസ്ഡ് ആൻഡ് പാപ്പ് എ വിൽ ബി ഡിക്രീസ്ഡ്. ഇൻ ദാറ്റ് സെനേറിയോ ദർ ഇസ് ഹൈ റിസ്ക് ഓഫ് ഡൗൺ സിൻഡ്രോം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ റിസ്ക് അസസ്മെന്റിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബീറ്റ HCGയും പാപ്പയും നമ്മൾ അസസ് ചെയ്യുന്നു ഡബിൾ മാർക്കറിൽ. ബീറ്റ HCG ഇൻക്രീസ് ചെയ്തിരിക്കുകയും പാപ്പ ഡിക്രീസ് ചെയ്തിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ there is high risk of പാപ്പ ഡിക്രീസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഡബിൾ മാർക്കർ സ്റ്റഡിയിൽ നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അവിടെ എന്താണ് നടക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടുന്ന ഇത്രയാണ്. അത് ഏറ്റവും കൺസെപ്ച്വൽ ആയിട്ട് മനസ്സിലാക്കണം. ഡബിൾ മാർക്കർ സ്റ്റഡി ഇതാണ് ചെയ്യുന്നത്. ഈ രണ്ടെണ്ണത്തിനെ ഡിറ്റക്ട് ചെയ്യുന്നു. ബീറ്റ HCG കൂടുതലാണെന്നുണ്ട്, പാപ്പ് എ എന്ന് പറയുന്ന ഡിക്രീസ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഡൗൺ സിൻഡ്രോമിന് സാധ്യതയുണ്ടെന്ന് നമ്മളോട് പറയുന്നു. അതാണ് ഡബിൾ മാർക്കർ സ്റ്റഡി പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഇറ്റ് ഈസ് എ ലോ ഡിറ്റക്ഷൻ ടെസ്റ്റ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെ അധികം ഡിപ്പെൻഡ് ചെയ്യാത്തത്. എല്ലാ തരത്തിലുള്ള ഡൗൺ സിൻഡ്രോമുകളെ അല്ലെന്നുണ്ടെങ്കിൽ അന്യൂപ്ലോയിഡികളെയും ഡിറ്റക്ട് ചെയ്യണമെന്നില്ല. ലോ ഡിറ്റക്ഷൻ റേറ്റ് ആണ് ഡബിൾ മാർക്കറിന്. സോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് യൂസ്ഡ് നൗ. വളരെ കുറവ് ഡിറ്റക്ഷൻ റേറ്റ് മാത്രമേ ഉള്ളൂ. ഡിറ്റക്ഷൻ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ മാർക്കർ മാത്രമായിട്ട് ഉപയോഗിക്കില്ല. ഡബിൾ മാർക്കർ മാത്രമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിറ്റക്ഷൻ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്തൊരു മെത്തേഡാണ്, ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് മെത്തേഡാണ് കമ്പൈൻഡ് സ്ക്രീനിങ് മെത്തേഡ്.
ഒന്നുമില്ല, കമ്പൈൻഡ് സ്ക്രീനിങ് മെത്തേഡിൽ ഡബിൾ മാർക്കർ സ്റ്റഡി നമ്മൾ ചെയ്യുന്നു, അതായത് BETA-ICG PAPE അസസ്മെന്റ് നമ്മൾ ചെയ്യുന്നു, ഡബിൾ മാർക്കർ സ്റ്റഡി ചെയ്യുന്നു, അതിനൊപ്പം നമ്മൾ NT സ്കാനോട് എടുക്കുന്നു. NT സ്കാൻ എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡബിൾ മാർക്കർ സ്റ്റഡിയോടൊപ്പം NT സ്കാനോട് എടുക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് കമ്പൈൻഡ് സ്ക്രീനിങ് മെത്തേഡ്. ആ കമ്പൈൻഡ് സ്ക്രീനിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് ആണ്. ക്ലിയർ? അങ്ങനെ ഒരു കമ്പൈൻഡ് സ്ക്രീനിങ് മെത്തേഡിലേക്ക് വരുമ്പോൾ ദർ വിൽ ബി ഹൈ റേറ്റ് ഓഫ് ഡിറ്റക്ഷൻ, മോർ ദാൻ 80% ഡിറ്റക്ഷൻ റേറ്റ് ഉണ്ടാവും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കമ്പൈൻഡ് സ്ക്രീനിങ് മെത്തേഡിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഡബിൾ മാർക്കർ സ്റ്റഡിയോട് കൂടി NT സ്കാനോടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഡബിൾ മാർക്കർ സ്റ്റഡിയും NT സ്കാനും ഒരുമിച്ച് ചെയ്യുമ്പോൾ ദർ വിൽ ബി ഹൈ ഡിറ്റക്ഷൻ റേറ്റ്, ദാറ്റ് ഈസ് 80% ഡിറ്റക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഡബിൾ മാർക്കർ സ്റ്റഡി ഐസൊലേറ്റഡ് ആയിട്ട് ചെയ്യുന്നതിലും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും കമ്പൈൻഡ് സ്ക്രീനിങ് മെത്തേഡ് ആയിരിക്കും. ഡബിൾ മാർക്കർ സ്റ്റഡിയിൽ ഏതൊക്കെ കമ്പോണൻസ് ആണെന്നുള്ളതെന്ന് അറിയണം. BETA-ICG plus PAPP-A, PAP-A. BETA-ICG will be increased and PAP-A will be decreased in Down syndrome, but it is having low detection rate. So that we are adding NT scan with the double marker study, so that we'll be getting a high detection rate of about 80%. Clear? ഈ സ്ലൈഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ടെസ്റ്റുകളെയാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് മെത്തേഡ്സ് ഫോർ അന്യൂപ്ലോയിഡി സ്ക്രീനിങ്ങിലെ ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് എന്നറിയപ്പെടുന്ന രണ്ട് സംഗതികളാണ് പറഞ്ഞത്. ഒന്ന് ഡബിൾ മാർക്കറും, രണ്ട് കമ്പൈൻഡ് സ്ക്രീനിങ് മെത്തേഡും. ക്ലിയർ? അതിലെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. BETA-ICG plus PAP-A. ഇതാണ് ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ്. ഇത് നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഇവിടെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, രണ്ടാമത്തെ ട്രൈമിസ്റ്ററിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് എന്ന് പറയുന്നത് 3 മാർക്കേഴ്സ് ആണ് മെയിൻലി. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് പറഞ്ഞത് ഡബിൾ മാർക്കർ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ്ങിലേക്ക് വരുമ്പോൾ ട്രിപ്പിൾ മാർക്കർ വരുന്നു, ക്വാഡ്രപ്പിൾ മാർക്കർ വരുന്നു, പെന്റാ മാർക്കർ വരുന്നു. ഈ പെന്റാ മാർക്കർ കുറച്ച് എക്സ്ട്രാ എഡ്ജ് ആണ്, എന്നാൽ പോലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ രണ്ടെണ്ണം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ട്രിപ്പിൾ മാർക്കർ, ക്വാഡ്രപ്പിൾ മാർക്കർ, ദെൻ പെന്റാ മാർക്കർ. ഈ 3 മാർക്കർ സ്റ്റഡികളാണ് നമ്മൾ സെക്കൻഡ് ട്രൈമിസ്റ്റർ അന്യൂപ്ലോയിഡി സ്ക്രീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദീസ് ആർ ഓൾ സ്ക്രീനിങ് മെത്തേഡ്സ്. ആൻഡ് ട്രിപ്പിൾ മാർക്കറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ട്രിപ്പിൾ മാർക്കർ കൺസിസ്റ്റ് ഓഫ്, പേര് പോലെ തന്നെ 3 സംഗതികളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. BETA-ICG പ്ലസ് ആൽഫ ഫീറ്റോപ്രോട്ടീൻ, AFP എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ആൽഫ ഫീറ്റോപ്രോട്ടീൻ പ്ലസ് അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ. ഈ 3 ആണ് നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. ഈ 3 ആണ് അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ ആണ് ട്രിപ്പിൾ മാർക്കർ സ്റ്റഡിയിൽ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ മാർക്കർ. ട്രിപ്പിൾ മാർക്കറിലുള്ള ഏതൊക്കെയാന്ന് വെച്ചാൽ BETA-ICG, ആൽഫ ഫീറ്റോപ്രോട്ടീൻ ആൻഡ് അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ. ഓക്കെ, ആ സൈഡിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഈസ്ട്രയോൾ ആൻഡ് ഈസ്റ്റെട്രോൾ, ദാറ്റ് ഈസ് E3 ആൻഡ് E4 എന്ന് പറയുന്ന ഈസ്ട്രജന്റെ ഡെറിവേറ്റീവ്സ് ആണ്. E1, E2, E3, E4. അതിലെ E3 ആൻഡ് E4 എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻ പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടീഷൻസിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള രീതിയിൽ ആ രണ്ട് കമ്പോണൻസ് അധികം ഉണ്ടാവില്ല. E3, E4 എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഇൻ പ്രഗ്നൻസി ആണ്. E3, E4, ഈസ്ട്രയോൾ, ഈസ്റ്റെട്രോൾ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ പറയുന്ന ട്രിപ്പിൾ മാർക്കർ സ്റ്റഡിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന 3 മാർക്കേഴ്സ് എന്ന് പറയുന്നത് BETA-ICG, ആൽഫ ഫീറ്റോപ്രോട്ടീൻ ആൻഡ് അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ, ഈസ്ട്രയോൾ 3. ഓക്കെ, BETA-ICG, ആൽഫ ഫീറ്റോപ്രോട്ടീൻ, അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ. പക്ഷേ ട്രിപ്പിൾ മാർക്കർ ഈസ് നൗ ഔട്ട്ഡേറ്റഡ് ബിക്കോസ് അതിൽ നല്ല ഒരു സ്ക്രീനിങ് മെത്തേഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്വാഡ്രപ്പിൾ മാർക്കർ. ട്രിപ്പിൾ മാർക്കർ ഈസ് നൗ ഔട്ട്ഡേറ്റഡ്. പക്ഷെ നമ്മൾ ട്രിപ്പിൾ മാർക്കർ അറിഞ്ഞിരിക്കണം. അതിന്റെ കാരണം ഞാൻ പുറകെ പറയാം. ട്രിപ്പിൾ മാർക്കർ സ്റ്റഡി ഈസ് നൗ ഔട്ട്ഡേറ്റഡ്. അതിന് പകരം നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ക്വാഡ്രപ്പിൾ മാർക്കർ ആണ്. ക്വാഡ്രപ്പിൾ മാർക്കർ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ട്രിപ്പിൾ മാർക്കർ ഏതൊക്കെയാന്ന് പറഞ്ഞു, അതിനോടൊപ്പം ഒരു ഇൻഹിബിൻ എയുടെ ചേർത്താൽ മതി. ഇൻഹിബിൻ എ, അതാണ് ക്വാഡ്രപ്പിൾ. 4 മാർക്കേഴ്സ് വരും എന്ന് പറഞ്ഞു. ട്രിപ്പിൾ മാർക്കറിൽ ഏതൊക്കെ മാർക്കേഴ്സ് ആണ്? BETA-ICG, ആൽഫ ഫീറ്റോപ്രോട്ടീൻ, അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ, അതിനോടൊപ്പം ഇൻഹിബിൻ എ കൂടെ ചേരുന്നു. അതാണ് ക്വാഡ്രപ്പിൾ മാർക്കർ. എളുപ്പമാണ്. ട്രിപ്പിൾ മാർക്കർ അതിനോടൊപ്പം പ്ലസ് ഇൻഹിബിൻ എ എന്ന് പറയുന്ന കമ്പോണന്റ് കൂടെ വരുന്നതാണ് ക്വാഡ്രപ്പിൾ മാർക്കർ. ഈ ഇൻഹിബിൻ എ പറ്റിയൊക്കെ ഞാൻ പറയാം. ഇൻഹിബിൻ ബി ഉണ്ട്, ഇൻഹിബിൻ എ ഉണ്ട്. ഇൻഹിബിൻ എ എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻഹിബിൻ എ വരുന്നത് കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ്. ഇൻഹിബിൻ ബി എന്നൊക്കെ പറയുന്നത് ഗ്രാനുലോസ സെല്ലിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറകെ പറയാം. ബട്ട് ജസ്റ്റ് റിമെമ്പർ ഇറ്റ് ഇസ് ഇൻഹിബിൻ എ.
ഇറ്റ് ഈസ് എക്സ്ട്രാ ആയിട്ട് ക്വാഡ്രപ്പിൾ മാർക്കറിൽ വരുന്ന ഇൻഹിബിൻ എ ആണ്. ഓക്കെ, ക്വാഡ്രപ്പിൾ മാർക്കർ. ഇനി നമ്മൾ ക്വാഡ്രപ്പിൾ മാർക്കർ എന്ന് പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ട്രിപ്പിൾ മാർക്കറിനോടൊപ്പം ഇൻഹിബിൻ എ എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ 4 ഫാക്ടേഴ്സ് ബീറ്റ എച്ച് ജി, AFP, അൺകോൺജുഗേറ്റഡ് E3 ആൻഡ് ഇൻഹിബിൻ എ ആണെന്ന് പറഞ്ഞു. ഇനി ഈ മാർക്കേഴ്സിന്റെ ചേഞ്ചസ് എങ്ങനെയായിരിക്കും ഒരു ഡൗൺ സിൻഡ്രോം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. 2 സംഗതികൾ മാത്രം ഡൗൺ സിൻഡ്രോമിൽ കൂടും. ഏതൊക്കെയാണ് കൂടും? ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. നിങ്ങൾ ഡൗൺ സിൻഡ്രോം എന്ന് എഴുതുക. ഡൗൺ സിൻഡ്രോമിൽ 2 സംഗതികൾ മാത്രം കൂടും. കൂടുന്ന 2 ഐറ്റംസ് എന്ന് പറയുന്നത്, ഒന്ന് ബീറ്റ HCGയും, അതായത് ആദ്യത്തെ കമ്പോണന്റും, 2 ലാസ്റ്റ് പറഞ്ഞ ഇൻഹിബിൻ എ എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമായിരിക്കും. ഇങ്ങനെ തന്നെ ഓർത്തു വെക്കുക. ഡൗൺ സിൻഡ്രോമിൽ ഇൻക്രീസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ്, ദാറ്റ് ഈസ് ബീറ്റ HCG ആൻഡ് ഇൻഹിബിൻ എ. അതാണ് അടുത്ത സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ബീറ്റ HCG, ഇൻഹിബിൻ എ ഇൻക്രീസസ് ഇൻ ഡൗൺ സിൻഡ്രോം. ബാക്കി എല്ലാ കമ്പോണൻസും, അത് ഏതൊക്കെയാണെന്ന് ഓർത്തില്ലേ പോലും കുഴപ്പമില്ല, എല്ലാ കമ്പോണൻസും, ദാറ്റ് ഈസ് ആൽഫ ഫിറ്റോപ്രോട്ടീൻ, അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ പോലുള്ള കമ്പോണൻസ് വിൽ ബി ഡിക്രീസ്ഡ് ഇൻ ഓൾ അതർ കണ്ടീഷൻസ്. ഡൗൺ സിൻഡ്രോമിലും കുറവായിരിക്കും. ആൻഡ് ഓൾ അതേഴ്സ് ഡിക്രീസ് ഇൻ ഓൾ. അത് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. ഡൗൺ സിൻഡ്രോം എന്നൊരു കണ്ടീഷൻ എടുക്കുന്നു. ഡൗൺ സിൻഡ്രോമിൽ മാത്രം, വേറെ ഒന്നിലുമില്ല, പട്ടാവ് സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം പോലുള്ള സംഗതികളിലൊന്നുമില്ല. ഡൗൺ സിൻഡ്രോമിൽ മാത്രം there will be increase in beta HCG and increase in inhibin A. Increase in beta HCG and inhibin A increase ഉണ്ടാവുന്നു ഡൗൺ സിൻഡ്രോമിൽ. ബാക്കി 2 കമ്പോണൻസും സ്വാഭാവികമായിട്ടും ഇപ്പൊ കുറവായിരിക്കും. അതിനെപ്പറ്റി പഠിക്കേണ്ട, ജസ്റ്റ് ഇത് മാത്രം പഠിച്ചു വെക്കുക. ഇൻക്രീസ് ഇൻ ബീറ്റ HCG ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻഹിബിൻ എ, സോ ദാറ്റ് ഡൗൺ സിൻഡ്രോമിൽ ബാക്കി 2ഉം കുറവായിരിക്കും. ഇനി നമ്മൾ പട്ടാവ് സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം പോലുള്ള സിൻഡ്രോംസ് എടുക്കുക, എല്ലാം കുറവായിരിക്കും. അതായത് ഈ 4 കമ്പോണന്റും കുറവായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത് ഓൾ അതേഴ്സ് ഡിക്രീസ് ഇൻ ഓൾ. എല്ലാ 4 കമ്പോണൻസ്, ദാറ്റ് ഈസ് ബീറ്റ HCG, AFP, അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ ആൻഡ് ഇൻഹിബിൻ എ, ഈ 4 കമ്പോണൻസ് വിൽ ബി റെഡ്യൂസ്ഡ് ഓർ ഡിക്രീസ്ഡ് ഇൻ ഓൾ അതേഴ്സ്. ദാറ്റ് ഈസ് എഡ്വേർഡ് സിൻഡ്രോം, പട്ടാവ് സിൻഡ്രോം പോലുള്ള ഏത് തരത്തിലുള്ള അന്യൂപ്ലോയിഡ് വന്നാലും അതെല്ലാം ഡിക്രീസ്ഡ് ആയിരിക്കും. ആകെ ഇൻക്രീസ് എന്ന് പറയുന്നത് ഒറ്റ കണ്ടീഷനിൽ ഡൗൺ സിൻഡ്രോമിൽ, അതും 2 എണ്ണം മാത്രം, ബീറ്റ HCG ആൻഡ് ഇൻഹിബിൻ എ. ക്ലിയർ? അത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്വാഡ്രപ്പിൾ മാർക്കർ ഏതൊക്കെയാന്ന് പറഞ്ഞു, ട്രിപ്പിൾ മാർക്കർ പ്ലസ് ഇൻഹിബിൻ എ ആണെന്ന് പറഞ്ഞു. 2 ഫാക്ടേഴ്സ് മാത്രമേ അതും ഡൗൺ സിൻഡ്രോമിൽ മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് ബീറ്റ HCG ആൻഡ് ഇൻഹിബിൻ എ. അത് 2 മാത്രം ഡൗൺ സിൻഡ്രോമിൽ ഇൻക്രീസ് ചെയ്യുന്നു. ബാക്കി 2 ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് AFP ആൻഡ് അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ ഡൗൺ സിൻഡ്രോമിൽ അപ്പം സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. ആൻഡ് ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ബാക്കി എല്ലാ കണ്ടീഷനിലും കുറവായിരിക്കും. എഡ്വേർഡ് സിൻഡ്രോം എടുത്തു കഴിഞ്ഞാൽ ബീറ്റ HCG കുറവായിരിക്കും, AFP കുറവായിരിക്കും, ഈസ്ട്രയോൾ കുറവായിരിക്കും, ഇൻഹിബിൻ എ കുറവായിരിക്കും. പട്ടാവ് സിൻഡ്രോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീറ്റ HCG കുറവായിരിക്കും, AFP കുറവായിരിക്കും, അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ കുറവായിരിക്കും, ഇൻഹിബിൻ എ കുറവായിരിക്കും. അതാ പറഞ്ഞത്, എല്ലാം ബാക്കി എല്ലാത്തിലും കുറവായിരിക്കും. 2 എണ്ണം മാത്രം ഇൻക്രീസ് ചെയ്യുന്നു ഇൻ ഡൗൺ സിൻഡ്രോം, ബീറ്റ HCG ആൻഡ് ഇൻഹിബിൻ എ. ക്ലിയർ? ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സെക്ഷൻ ആണ്, അല്ലെങ്കിൽ അടുത്തൊരു മാർക്കർ സ്റ്റഡിയാണ് പെന്റാ മാർക്കർ സ്റ്റഡി. നമ്മൾ ട്രിപ്പിൾ മാർക്കറിനോടൊപ്പം ഇൻഹിബിനെ ചേരുമ്പോൾ അത് ക്വാഡ്രപ്പിൾ മാർക്കറായി. ഇൻ ദാറ്റ് ക്വാഡ്രപ്പിൾ മാർക്കറിന്റെ കൂട്ടത്തിൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹ്യൂമൻ കോറിയോണിക് ഗോണാഡോട്രോഫിൻ, ദാറ്റ് ഈസ് HCG, ഗ്ലൈക്കോസിലേറ്റഡ് HCGയും കൂടെ ചേരുമ്പോൾ ഇറ്റ് ഈസ് പെന്റാ മാർക്കർ. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക ഫോർ എ കംപ്ലീഷൻ സേക്ക്. പെന്റാ മാർക്കർ എന്ന് പറയുമ്പോൾ ക്വാഡ്രപ്പിളിന്റെ കൂട്ടത്തിൽ ഒരു കമ്പോണന്റ് കൂടെ കൂടി, ദാറ്റ് കൂടിയ കമ്പോണന്റ് ഈസ് ഗ്ലൈക്കോസിലേറ്റഡ് HCG. ഓക്കെ, ഇതാണ് സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ്. സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ഇവിടെ ലാസ്റ്റ് നോട്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഒന്ന് എഴുതി വെക്കുക. ഫസ്റ്റ് ട്രൈമിസ്റ്റർ ആൻഡ് സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ്ങുകൾ ഒന്നിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് രണ്ടും ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നെയിംഡ് ആസ് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് എന്ന് പറയും. അത് ജസ്റ്റ് ഒരു ടെർമിനോളജി മാത്രമാണ്. ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് എന്താണെന്ന് അങ്ങനെ ചോദിച്ചാൽ ഫസ്റ്റ് ട്രൈമിസ്റ്റർ ആൻഡ് സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് മെത്തേഡ്സ് ആർ ഡൺ ടുഗെദർ. ക്ലിയർ? ഏതെങ്കിലും ഒന്നല്ല, രണ്ടും ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഫസ്റ്റ് ട്രൈമിസ്റ്റർ ആൻഡ് സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് മെത്തേഡ്സ് ആർ ഡൺ ടുഗെദർ. ഇറ്റ് ഈസ് കോൾഡ് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ്. ഓക്കെ, ഇത്രയുമായിരുന്നു നമ്മളുടെ ഇത്രയുമായിരുന്നു നമ്മുടെ അന്യൂപ്ലോയിഡി സ്ക്രീനിങ് മെത്തേഡ്സ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ്,
ആൻഡ് സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ്. ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ്ങിൽ രണ്ട് സംഗതികൾ, ഡബിൾ മാർക്കർ, ഏതൊക്കെയാണ് കമ്പോണൻസ് എന്ന് അറിയണം, ഡബിൾ മാർക്കർ സ്റ്റഡി. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ ND സ്കാനോട് ആഡ് ചെയ്തപ്പോൾ കമ്പൈൻഡ് സ്ക്രീനിങ് മെത്തേഡായി. ഇത് രണ്ടും ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ്. സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് വരുമ്പോഴത്തേന് ട്രിപ്പിൾ മാർക്കർ. ട്രിപ്പിൾ മാർക്കറിൽ 3 കമ്പോണൻസ്, ബീറ്റ-HCG, AFP, അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ. പക്ഷെ ട്രിപ്പിൾ മാർക്കർ ഇപ്പൊ നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് പുതിയതായിട്ടുള്ള മെത്തേഡാണ് ക്വാഡ്രപ്പിൾ മാർക്കർ. ട്രിപ്പിൾ മാർക്കറിന്റെ കൂട്ടത്തിൽ ഇൻഹിബിനെ ആഡ് ചെയ്യുന്നതാണ് ക്വാഡ്രപ്പിൾ മാർക്കർ. പെന്റാ മാർക്കർ എന്ന് പറയുമ്പോൾ ക്വാഡ്രപ്പിൾ മാർക്കറിന്റെ കൂട്ടത്തിൽ ഒരെണ്ണോട് ഒരു കമ്പോണന്റ് കൂടെ ആഡ് ചെയ്യുന്നു, ദാറ്റ് ഇസ് ഗ്ലൈക്കോസിലേറ്റഡ് HCG. ആൻഡ് ഫസ്റ്റ് ട്രൈമിസ്റ്റർ സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്കാനുകളെ ടുഗദർ ഒരുമിച്ച് ചെയ്യുന്നതിന്റെ പേരാണ് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ സ്ക്രീനിങ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു കൺഫർമേറ്ററി ടെസ്റ്റിലേക്ക് പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. കൺഫർമേറ്ററി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലേക്ക് പോകുന്നതാണ് പറഞ്ഞത്. ഇനി നമ്മൾ സ്ക്രീൻ ചെയ്തു, ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കണം. സ്ക്രീനിങ് നമ്മൾ കൊടുത്തു, 21 വീക്കിന് ശേഷമുള്ള എല്ലാ സ്ത്രീകൾക്കും നമ്മൾ അന്യൂക്ലോയിഡ് സ്ക്രീനിങ് കൊടുക്കണമെന്നാണ് ACOG പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ സ്ക്രീനിങ് കൊടുത്തു, ഫസ്റ്റ് ട്രൈമിസ്റ്റർ സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് കഴിഞ്ഞു. സ്ക്രീനിങ്ങിൽ നമുക്ക് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് എലമെന്റ് ഐഡന്റിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന കേസുകളിലാണ് നമ്മൾ അടുത്ത മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് പോകുന്നത്. ദാറ്റ് ഈസ്, ഈ ഫസ്റ്റ് ട്രൈമിസ്റ്റർ ഓർ സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് പോസിറ്റീവ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിനെ ഹൈ റിസ്ക് പേഷ്യന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഫസ്റ്റ് ട്രൈമിസ്റ്റർ സ്കാൻ ചെയ്യുന്നു, സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്കാൻ ചെയ്യുന്നു, നമ്മൾ അവിടെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റി പോസിറ്റീവ് ആയിട്ട് വന്നു, സ്ക്രീനിങ്ങിൽ കിട്ടി. ഇപ്പൊ അബ്നോർമാലിറ്റി ഉദ്ദേശിക്കുന്നത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇപ്പൊ ഡൗൺ സിൻഡ്രോം ആണ്, ക്വാഡ്രപ്പിൾ മാർക്കർ ചെയ്താൽ ബീറ്റ-HCG കൂടി ഇൻഹിബിനെ കൂടി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫാക്ടർ ആണ്, അല്ലെങ്കിൽ സ്ക്രീനിങ് പോസിറ്റീവ് ആണ്. മനസ്സിലായോ? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, ബീറ്റ-HCG ഇൻഹിബിനെ ഇൻക്രീസസ് ഇൻ ഡൗൺസ്. നമ്മൾ ക്വാഡ്രപ്പിൾ മാർക്കർ ചെയ്യുമ്പോൾ ഈ രണ്ട് സംഗതികൾ കൂടി നിൽക്കുന്ന സാഹചര്യം വന്നാൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. സ്ക്രീനിങ് പോസിറ്റീവ് അങ്ങനെ പോസിറ്റീവ് നമ്മൾ ആ റിസ്ക് പേഷ്യന്റ്, ആ പേഷ്യന്റിനെ ഡൗൺ ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഹൈ റിസ്ക് പേഷ്യന്റ്, അങ്ങനെ ഒരു ഹൈ റിസ്ക് പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തരത്തിലുള്ള കൺഫർമേറ്ററി ടെസ്റ്റുകൾ നമ്മൾ ഒരു സെക്കൻഡറി സ്ക്രീനിങ് എന്ന രീതിയിൽ NIPT എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് കൂടി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതുകൂടി ഉണ്ട്, അതൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. നമ്മൾ സ്ക്രീനിങ് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേറ്ററി ടെസ്റ്റിലേക്കാണ് പോകേണ്ടത്. പക്ഷെ അതിന് മുമ്പായിട്ട്, അതായത് സ്ക്രീനിങ് ടെസ്റ്റിനും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനും ഇടയിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി സ്ക്രീനിങ് മെത്തേഡ് അവൈലബിൾ ആണ്. നേരെ കൺഫർമേഷനോ ഡയഗ്നോസ്റ്റിക് മെത്തേഡിലേക്കാണ് പോകേണ്ടത്. പക്ഷേ നമ്മൾക്ക് സ്ക്രീനിങ് മെത്തേഡ് ചെയ്തു, നമുക്ക് പോസിറ്റീവായി, നമുക്കൊരു സെക്കൻഡറി സ്ക്രീനിങ് മെത്തേഡ് കൂടി അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് വേണേ കാരിയോടൈപ്പിങ്ങിലോട്ട് പോയാലും മതി, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിലും കാരിയോടൈപ്പിങ്ങിലേക്ക് പോവാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാരിയോടൈപ്പിംഗ് ഉദ്ദേശിച്ച് കൺഫർമേറ്ററി മെത്തേഡിന്റെ പേരാണ് കാരിയോടൈപ്പിംഗ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് മെത്തേഡിന്റെ പേരാണ് കാരിയോടൈപ്പിംഗ്. ക്ലിയർ? സ്ക്രീനിങ് ചെയ്യുന്നു, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി സ്ക്രീനിങ് ആയിട്ടുള്ള NIPT എന്ന് പറയുന്ന ടെസ്റ്റിലേക്ക് പോകാം. എന്നിട്ട് വേണമെങ്കിൽ കൺഫർമേറ്ററി ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള കാരിയോടൈപ്പിംഗിലേക്ക് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിങ് നടത്തിയിട്ട് നേരെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നേരെ കൺഫർമേറ്ററി ഓർ ഡയഗ്നോസ്റ്റിക് കാരിയോടൈപ്പിംഗിലേക്ക് പോവാം. അതാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് NIPT എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. NIPT-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ് ആണ്. നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ്. ആ പേരിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ അറിയാം. ഒന്നെന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് ആണ്, അതായത് യൂട്രസിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ആ സാക്കിലേക്കോ, ജെസ്റ്റേഷണൽ സാക്കിലേക്കോ ഒന്നും നമ്മൾ ഇൻവേഡ് ചെയ്യുന്നില്ല. അതാണ് നോൺ ഇൻവേസീവ് ഉദ്ദേശിക്കുന്നത്. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക്, അതായത് യൂട്രസിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ജെസ്റ്റേഷണൽ സാക്കിലേക്ക്, പ്ലാസന്റയിലേക്ക് ഒന്നും നമ്മൾ ഇൻവേഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് നോൺ ഇൻവേസീവ്. അത് മനസ്സിലാക്കണം കേട്ടോ. NIPT എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ നോൺ ഇൻവേസീവ് അല്ല, യൂട്രസിലേക്ക്, ജെസ്റ്റേഷണൽ സാക്കിലേക്ക്, പ്ലാസന്റയിലേക്ക്, അംബ്ലിക്കൽ കോഡിലേക്ക് ഒന്നും ഇൻവേഡ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്ന പ്രീനേറ്റൽ ആയിട്ടുള്ള ടെസ്റ്റിംഗ്, ദാറ്റ് ഈസ് NIPT എന്ന് പറയുന്ന സംഗതി. 10ാമത്തെ വീക്ക് തൊട്ടിട്ടാണ് നമുക്ക് NIPT സ്കാൻ ചെയ്യാവുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഏത് ആഴ്ച തൊട്ടാണ് NIPT സ്കാൻ ചെയ്യാവുന്നതെന്ന് ചോദിച്ചാൽ 10th വീക്ക് ഓൺവേർഡ്സ് ആണ് നമുക്ക് NIPT ചെയ്യാവുന്നത്. നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ്. ഞാൻ ഇനി അത് പറയുന്നില്ല, NIPT എന്നേ പറയുന്നുള്ളൂ. 10 വീക്സ് മുതലാണ്, 10 വീക്സ് ഓഫ് ജെസ്റ്റേഷൻ മുതൽ നമുക്ക് NIPT സ്കാൻ വേണമെങ്കിൽ ചെയ്യാം. ഇറ്റ്സ് എ സെക്കൻഡറി സ്ക്രീനിങ് മെത്തേഡ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്ക്രീനിങ് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫർ ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്, ഒരു സെക്കൻഡറി സ്ക്രീനിങ് ആണ് NIPT. 10 വീക്സ് തൊട്ട് ചെയ്യാം.
ഇറ്റ് ഈസ് ഹാവിംഗ് ഹൈ സെൻസിറ്റിവിറ്റി. ഭയങ്കര സെൻസിറ്റിവിറ്റി ആണ്. നമുക്ക് ഓൾമോസ്റ്റ് 99% കേസസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ സെൻസിറ്റിവിറ്റി ആണ് NIPTക്ക്. 99% ഡിറ്റക്ഷൻ റേറ്റ് കാണിക്കുന്നുണ്ട്. സെൻസിറ്റിവിറ്റി 99% പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് NIPT? നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, അത് വായിക്കാൻ പോകണ്ട, ജസ്റ്റ് എന്നെ കേൾക്കുക. മറ്റേണൽ ബ്ലഡ്, അതായത് അമ്മയുടെ ബ്ലഡ് നമുക്ക് വെയിൻസിൽ നിന്ന് എടുക്കാവുന്നതാണല്ലോ. സാധാരണഗതിയിൽ ഒരു പേഷ്യന്റ് നമ്മൾ വെയിൻ പങ്ക്ചർ ചെയ്തിട്ട് ബ്ലഡ് എടുക്കുന്ന പോലെ മറ്റേണൽ ബ്ലഡ് നമുക്ക് എടുത്താൽ ഫ്രം 10 weeks ഓൺവേർഡ്സ് ആ മറ്റേണൽ ബ്ലഡിനുള്ളിൽ ഈ യൂട്രസിനുള്ളിൽ കിടക്കുന്ന ഫീറ്റസിന്റെ DNA അവൈലബിൾ ആയിരിക്കും. മനസ്സിലായോ? മറ്റേണൽ ബ്ലഡ് ആണ് എടുക്കുന്നത്, അമ്മയുടെ ബ്ലഡ് ആണ് എടുക്കുന്നത്. അമ്മയുടെ ബ്ലഡിൽ ഈ ഫീറ്റസിന്റെ ഉള്ളിൽ വളരുന്ന ഫീറ്റസിന്റെ സെൽ ഫ്രീ ആയിട്ടുള്ള, അതായത് സെൽ ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് സെല്ലിൽ എൻക്ലോസ്ഡ് അല്ലാത്ത ഫീറ്റൽ DNA അമ്മയുടെ ബ്ലഡിൽ അവൈലബിൾ ആയിരിക്കും. ആ ഫീറ്റൽ DNA എടുത്ത് കാരിയോടൈപ്പിംഗിലേക്ക് പോകുന്ന മെത്തേഡാണ് NIPT. മനസ്സിലായല്ലോ? അതായത് ഫീറ്റസിന്റെ DNA എടുക്കാൻ, അതായത് ഫീറ്റസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എടുത്തിട്ട് വേണം നമുക്ക് പരിശോധിക്കാൻ, എന്തെങ്കിലും മാത്രമേ അന്യൂപ്ലോയിഡി ഉണ്ടോ എന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, കാരിയോടൈപ്പ് ചെയ്ത് നോക്കിയെങ്കിൽ നമുക്ക് അന്യൂപ്ലോയിഡി ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ഫീറ്റസിന്റെ അടുത്ത് പോയി DNA എടുക്കണ്ട, അല്ലെ ഫീറ്റൽ DNA കിട്ടാനായിട്ട് യൂട്രസിനെയോ ജെസ്റ്റേഷൻ സൈക്കിനെയോ ഒന്നും നമ്മൾ പങ്ചർ ചെയ്യണ്ട, അംബ്ലിക്കൽ കോഡിനെ പങ്ചർ ചെയ്യണ്ട. ഫീറ്റസിനടുത്ത് പോകാതെ തന്നെ, അതാണ് നോൺ ഇൻവേസീവ് എന്ന് പറയുന്നത്, നമുക്ക് ഫീറ്റൽ DNA കിട്ടുന്നു. ദാറ്റ് ഈസ് ഓൾസോ സെൽഫ് ഫ്രീ ഫീറ്റൽ DNA ദാറ്റ് ഫ്രം ദ മറ്റേണൽ ബ്ലഡ്. നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, NIPT ചെയ്യുന്നതിന് നമ്മൾ ബ്ലഡ് എടുക്കുന്നത് മറ്റേണൽ ബ്ലഡ് ആണ് എടുക്കുന്നത്. ആ മറ്റേണൽ ബ്ലഡിൽ നമുക്ക് സെൽഫ് ഫ്രീ ഫീറ്റൽ DNA അവൈലബിൾ ആയിരിക്കും. ആ ഫീറ്റൽ DNA എടുത്തു, ആ ഫീറ്റൽ ജനറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് കാരിയോടൈപ്പിംഗ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം അന്യൂപ്ലോയിഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡൺ യൂസിങ് സെൽഫ് ഫ്രീ ഫീറ്റൽ DNA ദാറ്റ് ഈസ് അവൈലബിൾ ഫ്രം ദ മറ്റേണൽ ബ്ലഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ മറ്റേണൽ ബ്ലഡിലേക്ക് ഫീറ്റൽ DNA കടന്നു വന്നത്? അതിന്റെ ഉത്തരവാണ് അടുത്ത സെന്റൻസ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ പ്ലാസെന്റൽ സെൽ അപ്പോപ്റ്റോസിസ്. പ്രോഗ്രാംഡ് സെൽ ഡെത്തുകൾ നമ്മുടെ ശരീരത്തിൽ ഒരേ സമയം നമ്മൾ ജീവിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോപ്റ്റോസിസ് എന്നാണ് അതിന്റെ പേര്, പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. ആ സെൽ അപ്പോപ്റ്റോസിസ് പ്ലാസെന്റയിൽ നടക്കുന്നു, അതായത് യൂട്രസിനുള്ളിലെ പ്ലാസെന്റയിൽ വെച്ചിട്ട് പ്ലാസെന്റൽ സെൽസിന്റെ സെൽ അപ്പോപ്റ്റോസിസ് നടക്കുന്നു. അങ്ങനെ അപ്പോപ്റ്റോസിസിന് വിധേയമാകുന്ന സെല്ലുകളാണ് മറ്റേണൽ ബ്ലഡിൽ അവൈലബിൾ ആകുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അവിടുന്ന് നമുക്ക് ഫീറ്റൽ DNA എക്സ്ട്രാക്ട് ചെയ്ത് പോസിറ്റീവ് വി ക്യാൻ ഗോ ഫോർ കൺഫർമേറ്ററി ടെസ്റ്റ്. ലൈക്ക് ആഴ്ച ചെയ്യാവുന്ന ഒരു സംഗതിയാണ് NIPT എന്ന് പറയുന്നത്, നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ്. നോൺ ഇൻവേസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജെസ്റ്റേഷൻ സൈക്കിളിലേക്കോ യൂട്രസിലേക്കോ പ്ലാസന്റയിലേക്കോ അംബ്ലിക്കൽ കോഡിലേക്കോ ഇൻവേഡ് ചെയ്യാതെ തന്നെ ഫീറ്റൽ DNA അവൈലബിൾ ആക്കുന്നു. ആ ഫീറ്റൽ DNA അവൈലബിൾ ആകുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫ്രം ദ മറ്റ് ബ്ലഡിൽ നിന്നും കിട്ടുന്ന സെൽഫ് ഫ്രീ ഫീറ്റൽ DNA വെച്ചിട്ടാണ് നമ്മൾ കാരിയോടൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്. അതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാലാണ് പ്ലാസെന്റൽ സെൽ അപ്പോപ്റ്റോസിസിന്റെ ഭാഗമായിട്ടാണ് ഈ സെൽഫ് ഫ്രീ ഫീറ്റൽ DNA മറ്റേണൽ ബ്ലഡിൽ വരുന്നത്. ഓക്കെ, അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വി ഗോ ഫോർ കൺഫർമേറ്ററി ടെസ്റ്റ് അഗെയിൻ. NIPT is a type of secondary screening method. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ ബോൾഡ് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും മനസ്സിലാക്കി പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി എവിടെയാണ് നമ്മൾ NIPT ഓഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡറി സ്ക്രീനിങ് മെത്തേഡ് ആണ്, വേണമെങ്കിൽ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കൺഫർമേറ്ററി മെത്തേഡിലേക്ക് പോകാം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ NIPT സ്കാനിങ് ചെയ്യും. എന്താണ് അങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് ചോദിച്ചാൽ, ഇത് നോൺ ഇൻവേസീവ് ആണ്. നമുക്കിപ്പം ഒരു സ്ക്രീനിങ് മെത്തേഡിൽ ഒരു ഡൗട്ട് തോന്നി, ദർ ഈസ് അന്യൂപ്ലോയിഡി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്കത് പൂർണ്ണ ബോധ്യമില്ല, നമുക്കൊരു കൺഫർമേറ്ററി ടെസ്റ്റിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത്. കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഇൻവേസീവ് ആണ്, അത് മനസ്സിലാക്കണം. കൺഫർമേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീറ്റസിന്റെ സെല്ലുകൾ എടുത്തിട്ട് അതിൽ നിന്നും DNA എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്നും നമ്മൾ കാരിയോടൈപ്പ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ദർ ഈസ് ഇൻവേഷൻ ഹാപ്പനിങ് ഇൻ കൺഫർമേറ്ററി ടെസ്റ്റ്. കൺഫർമേറ്ററി ടെസ്റ്റിൽ ഇൻവേഷൻ ഹാപ്പൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ദർ ഈസ് ഓൾവേസ് റിസ്ക് ഫോർ ദ പ്രഗ്നൻസിക്കും ഫീറ്റസിനും റിസ്ക് ഉണ്ട് നമ്മൾ ഇൻവേഡ് ചെയ്യുന്നത് കൊണ്ട്. സോ ദാറ്റ് അത് അങ്ങനെ ഒരു ഇൻവേസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് പോവാതെ തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവേസീവ് മെത്തേഡ് നിർബന്ധമായിട്ടും വേണോ വേണ്ടോ എന്ന് അറിയാനായിട്ടാണ് പലപ്പോഴും നമ്മൾ ഒരു സെക്കൻഡറി സ്ക്രീനിങ് ഒരു സ്ക്രീനിങ്ങിന് ശേഷം നടത്തുന്നത്. അങ്ങനത്തെ ഒരു സെക്കൻഡറി സ്ക്രീനിങ് ആണ് NIPT. NIPT എന്തിനാണെന്നുള്ളതിനെ പറ്റിയുള്ള ധാരണയായി ഞാൻ വിചാരിക്കുന്നു.
ഓക്കെ, ഒരു 35 ഇയേഴ്സിന് മേളിലുള്ള പ്രഗ്നൻസിയാണ്, ദാറ്റ് ഈസ് എൽഡർലി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി, അല്ലെന്നുണ്ടെങ്കിൽ T1 T2 ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് വരുന്ന സാഹചര്യം, USG വിത്ത് മൈനർ അന്യൂപ്ലോയിഡി നമുക്ക് USGയിൽ കിട്ടുന്ന സാഹചര്യം, പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് അന്യൂപ്ലോയിഡി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4-5 സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ മെയിൻലി NIPT ഓഫർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ സെക്കൻഡറി സ്ക്രീനിങ് മെത്തേഡ്. ഓക്കെ, ഏജ് മോർ ദാൻ 35 ഇയേഴ്സ്, ഫസ്റ്റ് ട്രൈമിസ്റ്റർ സെക്കൻഡ് ട്രൈമിസ്റ്റർ ടെസ്റ്റ് പോസിറ്റീവ് ആകുന്ന സാഹചര്യം, USG വിത്ത് മൈനർ അന്യൂപ്ലോയിഡി, പ്രീവിയസ് ഹിസ്റ്ററി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഹൈ സെൻസിറ്റിവിറ്റി ആണ് NIPTക്ക്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോൺ ഇൻവേസീവ്. ഇൻവേസീവ് അല്ലാത്തതുകൊണ്ട് തന്നെ പ്രഗ്നൻസിക്കോ ഫീറ്റസിനോ റിസ്ക് ഒന്നും വരുന്നില്ല. സോ ദാറ്റ് അതൊരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അത് എപ്പോഴും ഓഫർ ചെയ്യുന്നത്. 10th വീക്ക് ഓഫ് ജസ്റ്റേഷൻ തൊട്ട് തന്നെ ചെയ്യാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. NIPT എന്താണെന്ന് മനസ്സിലായി കാണും. ഓക്കെ, സെൽഫ് ഫ്രീ ഫീറ്റൽ DNA ഫ്രം മറ്റേണൽ ബ്ലഡ് എന്നൊക്കെ ഉള്ളത് ഓർത്തോണം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ആ സെക്കൻഡറി സ്ക്രീനിങ്ങിനെ പറ്റി പറഞ്ഞു. ഇനി ഇപ്പൊ പറയാനുള്ളത് കൺഫർമേറ്ററി, ഡയഗ്നോസ്റ്റിക്, കാരിയോടൈപ്പിംഗ്. നമ്മൾ സ്ക്രീനിങ് കഴിഞ്ഞു. ചില കേസുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡറി സ്ക്രീനിങ് നമുക്ക് ഓഫർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിങ് കഴിഞ്ഞ് ഡയറക്ട്ലി നമുക്ക് കൺഫർമേറ്ററി അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലേക്ക് പോവാം. ഏതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ അല്ലെന്നുണ്ടെങ്കിൽ കാരിയോടൈപ്പിംഗ് മെത്തേഡ്സ് എന്നുള്ളതാണ് ഈ പറയുന്നത്. 3 സംഗതികളാണ് മെയിൻലി നമ്മൾ ഇൻ ജനറൽ, ഇൻ പ്രാക്ടീസ് നമ്മൾ ഉപയോഗിക്കുന്ന 3 കാരിയോടൈപ്പിംഗ് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, കാരിയോടൈപ്പിംഗ് ഒക്കെ എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്, നമ്മൾ DNA ക്രോമസോം വൈസ് അടുക്കി വെച്ചിട്ട് നമുക്ക് അന്യൂപ്ലോയിഡ് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന സംഗതിയാണ് കാരിയോടൈപ്പിംഗ് എന്നൊക്കെ അറിയാം. കൺഫർമേറ്ററി ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഫീറ്റൽ DNA വേണം. ഫീറ്റൽ DNA എവിടെ നിന്ന് എടുക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ ഇൻവേസീവ് ആയിട്ടുള്ള പ്രീനേറ്റൽ ടെസ്റ്റിംഗ് NIPTയിൽ നമ്മൾ എടുത്തിരുന്ന മറ്റേണൽ ബ്ലഡിലുള്ള ഫീറ്റൽ DNA ആയിരുന്നു, സെൽഫ് ഫ്രീ ഫീറ്റൽ DNA ആയിരുന്നു. അപ്പൊ അത് ഇൻവേസീവ് അല്ല, നമ്മൾ ഫീറ്റസിന്റെ അടുത്ത് പോയിട്ട് എടുക്കേണ്ട കാര്യമില്ല, അത് നോൺ ഇൻവേസീവ് ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇൻവേസീവ് ആണ്. ഇൻവേസീവ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫീറ്റൽ DNA എടുക്കുന്നത് 3 സാഹചര്യങ്ങളിൽ 3 നിന്നാണ്. ഒന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ്. നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ്. അതായത് കോറിയോണിക് വില്ലയിൽ നിന്നും സാമ്പിൾ എടുക്കുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അംനിയോസെന്റസിസ്. അതായത് അംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്നും ആംനിയോസൈറ്റ്സിനെ എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അംനിയോസെന്റസിസ്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് CVS എന്നറിയപ്പെടും. കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് CVS ഓർ കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ്. പിന്നെ ആംനിയോസെന്റസിസ്. മൂന്നാമത്തെ മെത്തേഡ് ഈസ് കോർഡോസെന്റസിസ്. സ്പെല്ലിംഗിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, സോറി. കോർഡോസെന്റസിസ് എന്ന് പറയുന്ന സംഗതിയാണ് മൂന്നാമത്തെ കാര്യം. അങ്ങനെ 3 കൺഫർമേറ്ററി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണ് നമുക്കുള്ളത്. ഓരോന്നിനെ പറ്റിയിട്ടും പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ്. എന്താണ് കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം പ്ലാസന്റ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്. ഞാനതാ പറഞ്ഞത്, എംബ്രിയോളജി സെക്ഷനിൽ പ്ലാസന്റ ഫോർമേഷനും അതിന്റെ ഡേറ്റും അതിന്റെ സെൽസും ഒക്കെ പറയാം. കോറിയോണിക് വില്ലൈ എന്ന് പറയുന്ന പ്ലാസന്റൽ ട്രോഫോബ്ലാസ്റ്റിൽ നിന്നും ഉണ്ടായി വരുന്ന സംഗതിയാണ്. അതായത് മറ്റേണൽ ആയിട്ടുള്ള എന്താ പറയുക യൂട്രൈൻ വോളിനെയും ഫീറ്റൽ ആയിട്ടുള്ള അംബ്ലിക്കൽ കോഡ് ഒറിജിനേറ്റ് ചെയ്യുന്ന പ്ലാസിനെ തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത് കോറിയോണിക് വില്ലൈ വഴിയാണ്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് കോറിയോണിക് വില്ലൈ എന്നറിയാം. ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്ലാസന്റൽ സെല്ലിൽ നിന്നാണ് കോറിയോണിക് വില്ലൈ ഉണ്ടാവുന്നത്. ആ പ്ലാസന്റൽ ട്രോഫോബ്ലാസ്റ്റിനെ കോറിയോണിക് വില്ലയിൽ നിന്നും എടുത്തിട്ടാണ് നമ്മൾ കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് ചെയ്യുന്നത്. കോറിയോണിക് വില്ലൈ സാമ്പിളിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് പറഞ്ഞത്. എവിടെ നിന്ന് എടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. കോറിയോണിക് വില്ലസിൽ നിന്നാണ്, അല്ലെങ്കിൽ കോറിയോണിക് വില്ലയിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത്. കോറിയോണിക് വില്ലൈ എന്ന് പറഞ്ഞാൽ പ്ലാസന്റൽ ട്രോഫോബ്ലാസ്റ്റിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന സംഗതിയാണ്. ട്രോഫോബ്ലാസ്റ്റ് തന്നെ സൈറ്റോട്രോഫോബ്ലാസ്റ്റ്, സിൻസിഷ്യോ ട്രോഫോബ്ലാസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയും. അത് മുന്നോട്ടേക്ക് വരും, അതപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. തൽക്കാലം ഓർത്തിരിക്കേണ്ടത് പ്ലാസന്റൽ ട്രോഫോബ്ലാസ്റ്റ് ആണ് നമ്മൾ കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് ഓർ CVS സെല്ല്. ഇനി എപ്പോഴാണ് ചെയ്യുന്നത്? ഏത് ജസ്റ്റേഷൻ ഏജിൽ നമുക്ക് ചെയ്യാം കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് എടുക്കാം? ദാറ്റ് ഈസ് 10 to 13 വീക്സ് ഓഫ് ഏജ് ഗ്രൂപ്പ് അല്ല, ജസ്റ്റേഷണൽ ഏജിലാണ് നമുക്ക് കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് 9 വീക്സിന് മുന്നെയാണ് നമ്മൾ കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ there is chances of fetal limb defects. മൂന്നാമത്തെ സെന്റൻസ് വായിച്ചു നോക്കുക. ചാൻസ് ഓഫ് ഫീറ്റൽ ലിംബ് ഡിഫക്ട്സ് ഉണ്ടാകുന്നു ഈ കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് ഈസ് ടേക്കൺ ബിഫോർ 9 വീക്സ്. ബിഫോർ 9 വീക്സ് ജസ്റ്റേഷണൽ ഏജിൽ നമ്മൾ കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫീറ്റസിന് കൈകാലുകൾക്ക് ലിംബ് ഡിഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ആൻഡ് ഓൾസോ കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗിൽ ദർ ഇസ് ചാൻസസ് ഓഫ് അബോർഷൻ ആയി പോകാനായിട്ടുള്ള സാധ്യതയും കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം റിസ്ക് ഉള്ള കാര്യങ്ങളാണ് ഈ കൺഫർമേറ്ററി ഡയഗ്നോസ്റ്റിക് ഇൻവേസീവ് ആയിട്ടുള്ള ടെസ്റ്റുകൾ. അതുകൊണ്ടാണ് നമ്മളൊരു സെക്കൻഡറി സ്ക്രീനിങ് പോലെ NIPT കണ്ടുപിടിച്ചതും നോൺ ഇൻവേസീവ് ആയിട്ട് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചതും. ഓക്കെ, ഇനി കൺഫർമേറ്ററി ടെസ്റ്റിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് പറഞ്ഞത്. പ്ലാസെന്റൽ ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഫീറ്റൽ DNA വേണം. ഫീറ്റൽ DNA കിട്ടുന്നത് പ്ലാസെന്റൽ ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ്. 10 to 13 വീക്സിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. 9 വീക്സിന് മുന്നേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫീറ്റൽ ലിംബ് ഡിഫക്ട്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ദർ ഇസ് ചാൻസസ് ഓഫ് അബോർഷൻ. ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ്. ഓക്കെ, രണ്ടാമത്തെ ഒരു മെത്തേഡ് കൺഫർമേറ്ററി ആയിട്ടുള്ള രണ്ടാമത്തെ കൺഫർമേറ്ററി മെത്തേഡ് എന്ന് പറയുന്നതാണ് ആംനിയോസെന്റസിസ് എന്ന് പറയുന്നത്. ആംനിയോസെന്റസിസ് എന്ന് പറയുന്നത് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും, ആംനിയോസെന്റസിസ് ആണ്. പാരാസെന്റസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്ലൂയിഡ് എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആംനിയോസെന്റസിസ്, ആംനിയോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകൾ നമുക്ക് ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് കിട്ടും. ആ ആംനിയോസൈറ്റുകളെ എടുത്തിട്ട് അതിൽ നിന്നും ഫീറ്റൽ DNA എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് ആംനിയോസെന്റസിസ് എന്ന് പറയുന്ന പരിപാടി. ആംനിയോസൈറ്റ്സിനെ എടുക്കുന്നു. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് എടുക്കാൻ പറ്റുന്നത്? 15 to 20 വീക്സ് ഓഫ് ജെസ്റ്റേഷണൽ ഏജ്. 15 to 20 വീക്സ് ഓഫ് ജെസ്റ്റേഷണൽ ഏജിലാണ് നമുക്ക് ആംനിയോസെന്റസിസ് ചെയ്യാൻ സാധിക്കുന്നത്. അതായപ്പോഴേക്കും സെക്കൻഡ് ട്രൈമിസ്റ്റർ ആയി, അത് നിങ്ങൾ ഓർത്തിരിക്കണം. സെക്കൻഡ് ട്രൈമിസ്റ്ററിലാണ് നമുക്ക് ആംനിയോസെന്റസിസ് വീക്സിൽ നേരത്തെ നമുക്ക് കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഫസ്റ്റ് ട്രൈമിസ്റ്ററിലാണെന്നുള്ള കാര്യം ഓർത്തോണം. അത് പ്രത്യേകമായിട്ട് പറയാത്തത് നമുക്ക് ട്രൈമിസ്റ്ററുകളെല്ലാം അറിയാവുന്നതുകൊണ്ടാണ്. 10 to 13 വീക്സ് എന്ന് പറയുന്നത് അവിടെ ചെയ്യാൻ പറ്റുന്നത്, ഫസ്റ്റ് ട്രൈമിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് ആണ്. ആംനിയോസെന്റസിസിലേക്കൊക്കെ വന്നപ്പോഴേക്കും 15 to 20 വീക്സിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. അതായത് സെക്കൻഡ് ട്രൈമിസ്റ്ററിലാണ് ആംനിയോസെന്റസിസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 15 to 20 വീക്സ്. ആൻഡ് ഈ കൺഫർമേറ്ററി ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള മെത്തേഡ്സിൽ, കൺഫർമേറ്ററി മെത്തേഡ്സിൽ, ഇൻവേസീവ് ആയിട്ടുള്ള മെത്തേഡ്സിൽ ഏറ്റവും സേഫസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആംനിയോസെന്റസിസ്. സ്റ്റാർ മാർക്ക് ഇട്ട് വെക്കണം. ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ് ഓഫ് കൺഫർമേറ്ററി അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആംനിയോസെന്റസിസ്. ഇറ്റ് ഈസ് ആംനിയോസെന്റസിസ് സേഫസ്റ്റ് മെത്തേഡ്, ഈ കൂട്ടത്തിലെ സേഫസ്റ്റ് മെത്തേഡ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ മോർ റിലയബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ആംനിയോസെന്റസിസ് എന്ന് പറയുന്നത്. മോർ റിലയബിൾ ആണ്, സേഫസ്റ്റ് മെത്തേഡാണ്. 15 to 20 വീക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. ആംനിയോസൈറ്റുകളെ എടുത്തിട്ടാണ് ആംനിയോസെന്റസിസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ആംനിയോസൈറ്റ്സിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ വേണമെങ്കിൽ ഫീറ്റൽ ഡെർമൽ ഫൈബ്രോബ്ലാസ്റ്റുകൾ എന്ന് കൂടെ എഴുതിക്കും. ഫീറ്റൽ ഡെർമൽ ഫൈബ്രോബ്ലാസ്റ്റ്. ആ ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലുകളിൽ നിന്ന് നമുക്ക് DNA എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫീറ്റൽ ഡെർമൽ ഫൈബ്രോബ്ലാസ്റ്റുകൾ അതിൽ നിന്നും എടുക്കാറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ചില ലിറ്ററേച്ചറിലൊക്കെ അങ്ങനെ ഉണ്ട്. ഫീറ്റൽ ഡെർമൽ ഫൈബ്രോബ്ലാസ്റ്റിൽ നിന്നും എടുക്കാറുണ്ട്. ആംനിയോസൈറ്റ്സ് മെയിനായിട്ടും ഓർത്തിരിക്കുക. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡ് ദാറ്റ് ഇസ് കോഡോസെന്റസിസ്. ആ സ്പെല്ലിംഗിൽ ചെറിയൊരു എറർ ഉണ്ട്. കോഡോസെന്റസിസ് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. സംതിങ് കോഡിൽ നിന്നും സെന്റസിസ് എടുക്കുന്നതാണ്, ആസ്പിറേറ്റ് ചെയ്യുന്നതാണ്. കോഡോസെന്റസിസ് ദാറ്റ് ഇസ് അംബ്ലിക്കൽ കോഡിൽ നിന്നാണ്. എന്താണ് അംബ്ലിക്കൽ കോഡിൽ നിന്ന് എടുക്കുന്നത്? ഫീറ്റൽ WBC ആണ് എടുക്കുന്നത്. വൈ WBC? വൈ നോട്ട് RBC? ബിക്കോസ് WBC ഹാസ് ന്യൂക്ലിയസ്. ഓക്കെ, ഫീറ്റൽ WBCയിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനുള്ളിൽ നമുക്ക് എന്തുണ്ട്? ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അവിടുന്ന് നമുക്ക് കാരിയോടൈപ്പ് ചെയ്യാം. അതാണ് ഫീറ്റൽ WBC ഫ്രം അംബ്ലിക്കൽ കോഡ് ഈസ് ടേക്കൺ ഫോർ കോഡോസെന്റസിസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫീറ്റൽ WBC ആണ് എടുക്കുന്നത് ഫ്രം അംബ്ലിക്കൽ കോഡ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ 18 to 20 വീക്സിലെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് സെക്കൻഡ് ട്രൈമിസ്റ്ററിലാണ് ചെയ്യാൻ പറ്റുന്ന കോഡോസെന്റസിസ്. ആംനിയോസെന്റസിസ് നമ്മൾ പറഞ്ഞു 15 to 20 വീക്സിലായിരുന്നു ആംനിയോസെന്റസിസ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് മാത്രമാണ്. ഒന്ന് നോക്കുക, 10 to 13 വീക്സിൽ. ഓക്കെ, ബാക്കി രണ്ടെണ്ണം ആംനിയോസെന്റസിസ് ആയാലും അതുപോലെ തന്നെ കോഡോസെന്റസിസ് ആയാലും നമുക്ക് 18 to 20 വീക്സ്, 15 to 20 വീക്സ്, 18 to 20 വീക്സ്, അതായത് സെക്കൻഡ് ട്രൈമിസ്റ്ററിലാണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത്. 2-3 സ്റ്റാർ ഒക്കെ ഇട്ടിട്ട് എഴുതുക. മാക്സിമം റിസ്ക് ഓഫ് അബോർഷൻ എവിടാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫ്രം കോഡോസെന്റസിസ്. മാക്സിമം റിസ്ക് ഓഫ് അബോർഷൻ കോഡോസെന്റസിസ്. മാക്സിമം റിസ്ക് ഓഫ് അബോർഷൻ. ഏറ്റവും സേഫസ്റ്റ് ഏതായിരുന്നു? ആംനിയോസെന്റസിസ് ആയിരുന്നു. ക്ലിയർ? ഇത്രയുമാണ് കൺഫർമേറ്ററി ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ. ജസ്റ്റ് അവർ പ്രോസസ് ചെയ്യാനെന്ന് പറയാം. നമ്മൾ
എല്ലാ 21 വീക്സിന് ശേഷമുള്ള എല്ലാ പ്രഗ്നന്റ് ലേഡീസിനും അന്യൂപ്ലോയിഡി സ്ക്രീനിങ് ഓഫർ ചെയ്യണമെന്നാണ് ACOG റെജിമെൻ അനുസരിച്ച്, ACOG പ്രോട്ടോകോൾ അനുസരിച്ച് പറയുന്നത്. അങ്ങനെ നമ്മൾ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ട്രൈമിസ്റ്റർ, സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ നമ്മൾ ഡബിൾ മാർക്കർ ചെയ്യാം, അതിന്റെ കമ്പോണൻസ് അറിയാം. ഡബിൾ മാർക്കറിന്റെ കൂട്ടത്തിൽ ND സ്കാനോടെ വന്നു കഴിഞ്ഞാൽ കമ്പൈൻഡ് സ്ക്രീനിങ് മെത്തേഡ് എന്ന് പറയുന്നു. മോർ ഹൈ ഡിറ്റക്ഷൻ റേറ്റ് ഒക്കെയുള്ള സംഗതിയാണ് ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ചെയ്യുന്ന 2 എണ്ണം ഡബിൾ മാർക്കർ കമ്പൈൻഡ് സ്ക്രീനിങ് മെത്തേഡ്. സെക്കൻഡ് ട്രൈമിസ്റ്ററിലേക്ക് വരുമ്പോഴേനും 3 കാര്യങ്ങളാണ്. ട്രിപ്പിൾ മാർക്കർ, ഏതൊക്കെയാ കമ്പോണന്റ് എന്നറിയാം. ക്വാഡ്രപ്പിൾ മാർക്കർ, എക്സ്ട്രാ ഒരു ഇൻഹിബിനെ വരുന്നു. പെന്റാ മാർക്കർ, എക്സ്ട്രാ ഒരു ഗ്ലൈക്കോസിലേറ്റഡ് HCG വരുന്നു. ഇതിൽ ഡൗൺ സിൻഡ്രോമിനെ എങ്ങനെ ഐഡന്റിഫൈ ആവുന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ബീറ്റ HCG ഇൻഹിബിനെ മാത്രം കൂടി നിൽക്കും. ആൻഡ് ബാക്കി കമ്പോണന്റുകളെല്ലാം 2 കമ്പോണന്റും ഡൗൺസിൽ കുറഞ്ഞിരിക്കും. എല്ലാ കമ്പോണന്റുകളും ബാക്കി എല്ലാ അന്യൂക്ലോയിഡിലും കുറഞ്ഞു നിൽക്കും. ഫസ്റ്റ് ട്രൈമിസ്റ്റർ, സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ്ങിനെ ഒരുമിച്ച് ചെയ്താൽ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇന്റഗ്രേറ്റഡ് ടെസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈമിസ്റ്റർ, സെക്കൻഡ് ട്രൈമിസ്റ്റർ ടെസ്റ്റുകളോ ചെയ്തിട്ട് ഹൈ റിസ്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രീനിങ് മെത്തേഡ്സിൽ സ്ക്രീനിങ് പോസിറ്റീവ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഹൈ റിസ്ക് പേഷ്യന്റ് എന്ന് പറയുന്നു. ഹൈ റിസ്ക് പേഷ്യന്റ് ആണെന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് നോൺ ഇൻവേസീവ് ആയിട്ടുള്ള നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗിലേക്ക് പോകാം. ഇറ്റ് ഇസ് എ സെക്കൻഡറി സ്ക്രീനിങ് മെത്തേഡ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻവേസീവ് ആയിട്ടുള്ള കൺഫർമേറ്ററി ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള കാരിയോടൈപ്പിംഗ് മെത്തേഡിലേക്ക് പോകാം. NIPT എന്താണെന്ന് പറഞ്ഞു, 10 വീക്ക് തൊട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സെൽഫ് ഫ്രീ ഫീറ്റൽ DNA ഫ്രം മറ്റേണൽ ബ്ലഡ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് വരുന്നത് പ്ലാസന്റൽ സെൽ അപ്പോപ്റ്റോസിസിൽ നിന്നാണ് വരുന്നു പറഞ്ഞു. പോസിറ്റീവ് ആയി കിട്ടിയാൽ വി ഗോ ഫോർ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞു. ഏതൊക്കെ സാഹചര്യങ്ങളാണ് NIPT ചെയ്യുന്നതെന്നും പറഞ്ഞു. NIPT അല്ല എന്നുണ്ടെങ്കിൽ കൺഫർമേറ്ററി ആയിട്ട് 3 മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ്, ആംനിയോസെന്റസിസ്, കോഡോസെന്റസിസ്. ഇതിലെ കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് മാത്രമാണ് നമുക്ക് ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ചെയ്യാൻ പറ്റുന്നത്. അത് 10 to 13 വീക്സ് ചെയ്യാൻ പറ്റും. 9 വീക്സിന് മുന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫീറ്റൽ ലിംബ് ഡിഫക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗിൽ അബോർഷനുള്ള സാധ്യതകളുമുണ്ട്. പ്ലാസെന്റൽ ട്രോഫോബ്ലാസ്റ്റ് ആണ് നമ്മൾ കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗിൽ എടുക്കുന്നത്. പ്ലാസെന്റൽ ട്രോഫോബ്ലാസ്റ്റ്. അമ്നിയോസെന്റസിലേക്ക് വരുമ്പോഴേനും അമ്നിയോസൈറ്റുകളെയാണ് നമ്മൾ എടുക്കുന്നത്. കാരിയോടൈപ്പിങ്ങിന് വേണ്ടി അമ്നിയോസൈറ്റുകൾ എടുക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഫീറ്റൽ ഡെർമൽ ഫൈബ്രോബ്ലാസ്റ്റുകളെ എടുക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. സെക്കൻഡ് ട്രൈമിസ്റ്ററിൽ 15 to 20 വീക്സിനാണ് ചെയ്യുന്നത്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് കൺഫർമേറ്ററി മെത്തേഡ് എന്ന് പറയുന്നത് അമ്നിയോസെന്റസിസ് ആണ്. മോർ റിലയബിൾ ആണ്. സേഫസ്റ്റ് എന്ന് പറയുന്നത് അമ്നിയോസെന്റസിസ് ആണ്. ഏറ്റവും കുറവ് റിസ്ക് ഓഫ് അബോർഷൻ, അതാണ് സേഫസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കുറവ് റിസ്ക് ഓഫ് അബോർഷൻ ആൻഡ് കോംപ്ലിക്കേഷൻസ്. സേഫസ്റ്റ് അമ്നിയോസെന്റസിസ് ആണ്. പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോഡോസെന്റസിസ് എന്ന് പറയുന്ന സംഗതിയാണ്. പേരിൽ നിന്ന് തന്നെ അറിയാം, സംതിങ് ഫ്രം ദ അംബ്ലിക്കൽ കോഡ്. കോഡോസെന്റസിസ്, അംബ്ലിക്കൽ കോഡിൽ നിന്നും ഫീറ്റൽ WBC എടുക്കുന്നു. എന്തുകൊണ്ട് ഫീറ്റൽ WBC? WBCക്ക് മാത്രമേ ന്യൂക്ലിയസ് ഉള്ളൂ. ആ ന്യൂക്ലിയസിൽ നിന്നും കാരിയോടൈപ്പിംഗ് ചെയ്യുന്നു. 18 to 20 വീക്സ് സെക്കൻഡ് ട്രൈമിസ്റ്ററിലാണ് നമ്മൾ കോഡോസെന്റസിസ് ചെയ്യുന്നത്. മാക്സിമം റിസ്ക് ഓഫ് അബോർഷൻ, ഏറ്റവും അധികം അബോർഷൻ റിസ്ക് ഉള്ളത് കോഡോസെന്റസിസിനാണ്. ഈ ഒരു പ്രോസസ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം കൺസെപ്ച്വൽ ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അതെല്ലാവർക്കും ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി പഠിക്കുക. എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട് നിർബന്ധമായിട്ടും. അപ്പോ ആ സ്കാനിന്റെ ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെ ടൈമിലാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം. ND സ്കാനിന്റെ കുറെ പ്രത്യേകതകളുണ്ട്. അനോമലി സ്കാനിന്റെ പല പേരുകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അന്യൂക്ലോയിഡ് സ്ക്രീനിങ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. കുറച്ച് ഡ്രഗുകളെ പറ്റി ആദ്യം പറഞ്ഞു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഡ്രഗ്സ് ആൻഡ് USG സ്കാൻ എന്നുള്ളതായിരുന്നു ഇന്നത്തെ ടോപ്പിക്ക്. അടുത്ത ദിവസം തൊട്ട് ജസ്റ്റ് ആ ഒരു എംബ്രയോളജി പാർട്ട് ഒന്ന് പറഞ്ഞു പോയതിനു ശേഷം നോർമൽ ലേബർ, സ്റ്റേജസ് ഓഫ് ലേബർ, അങ്ങനെ മുന്നോട്ടേക്ക് പോകാം. പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്, അങ്ങനെ മുന്നോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഈ കഴിഞ്ഞു പോകുന്ന പോർഷൻസ് ഒക്കെ തന്നെ എല്ലാവരും മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യാം. ഈ ക്ലാസ്സിനിടെ തന്നെ നമുക്കൊരു 100 ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമുക്ക് ചെയ്തു പോവാം. അടുത്ത ക്ലാസ്സിലൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും ശ്രമിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.